കഴിഞ്ഞ രാത്രിവേള ഞങ്ങൾക്കെല്ലാം സുഖകരമായ നിദ്ര നൽകി അങ്ങ് ഞങ്ങളെ താങ്ങിയതിനാൽ ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് അങ്ങയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനരാത്രങ്ങളെല്ലാം ദൈവം ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിച്ചല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടാമായിരുന്ന അനർത്ഥങ്ങളും അപകടങ്ങളും ദോഷങ്ങളും ഭാരങ്ങളും ഒക്കെ വിടുവിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ പ്രത്യാശയോടെ ദൈവകൃപയിൽ ഇന്നുവരെ ഞങ്ങളെ നിലനിർത്തിയ ദൈവത്തിന്റെ വിശ്വസ്തകൾക്കായി സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ളതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ. എല്ലാം അങ്ങയുടെ ദാനമാകിയാൽ അവയെല്ലാം നിമിത്തം ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വിശ്വസ്തത കർത്താവേ ഇന്ന് പകൽവേള ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ പിന്നെ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നാമത്തിന്റെ മഹത്വം ഞങ്ങൾക്കൂടെ വെളിപ്പെടുവാൻ അവിടുത്തെ ശക്തി ഞങ്ങളിൽ ഓരോരുത്തരും വ്യാപരിക്കപ്പെടുവാൻ ഇന്ന് പകൽവേള ദൈവം സഹായിക്കണമേ കർത്താവേ. ഞങ്ങളെക്കാൾ പ്രായം കൂടിയവർ പ്രായം കുറഞ്ഞവർ സമപ്രായക്കാർ അനേകര് ലോകത്തത് കഴിഞ്ഞ നിമിഷം വരെ മാറ്റപ്പെട്ടപ്പോൾ അവരിൽ ഒരുവരെ പോലെ ഞങ്ങളുമായി പോകാതെ വണ്ണം അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ വഹിച്ച് ഞങ്ങളുടെ ജീവനെ അവിടുത്തെ ജീവഭാണ്ഡത്തിൽ കെട്ടി സൂക്ഷിച്ചു. ശത്രു ദുഷ്ടൻ നോട്ടമിടാതെ ശത്രു ജയമെടുക്കാതെ വണ്ണം ഞങ്ങളുടെ ജീവിതം ഇന്ന് വരെ ജയോത്സവമായി മുൻപോട്ട് നയിപ്പാൻ അവിടെ ഞങ്ങളിൽ കൃപ പകർന്നത് ഓർത്ത് നന്ദിയോട് സ്തോത്രം. ഇന്ന് പകൽ സമയത്തെ വിശുദ്ധ സഭയൊക്കെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പകർച്ച ഞങ്ങളുടെ മധ്യ ഉണ്ടാകും ഇടയാക്കണമേ കർത്താവേ. സമയവും സ്ഥലവും മറന്നങ്ങി ആരാധിപ്പാൻ ഇന്ന് പകൽവേള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ വ്യാപാരം ഞങ്ങൾ ഓരോരുത്തരും വെളിപ്പെടുവാൻ ദൈവം സഹായിക്കണമേ കർത്താവേ. സ്തോത്രം. ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, ഞങ്ങളെ തന്നെ പരിശോധിപ്പാൻ, ഞങ്ങളെ തന്നെ കണ്ടുണരുവാൻ ഇന്ന് പകൽവേള അവിടെ ഞങ്ങൾ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. തിരുമേശ ഞങ്ങളുടെ മധ്യ ഉണ്ടല്ലോ. വളരെ ഭയത്തോടും ഭക്തിയോടും പ്രാഗൽഭ്യത്തോടും പങ്കുകാരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ ദൈവം കൃപ നൽകണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. തിരുമേശ ഞങ്ങൾക്ക് കുറ്റത്തിന് ശിക്ഷാവിധിക്ക് കാരണമായി തീരാതെ ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും നന്മയ്ക്കും വിടുതലും കാരണമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ ഓർക്കുവാൻ, ഹല്ലേലൂയ പീഡാനുഭവങ്ങൾ ഓർക്കുവാൻ ഇന്ന് പകൽവേള ഞങ്ങൾ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ ഗത്സമനം മുതൽ കാൽവരി ക്രൂശ് വരെയും ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച ഹല്ലേലൂയ വേദനകൾ, ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച പങ്കപ്പാടുകൾ ഓർക്കുവാൻ അങ്ങയോട് നന്ദിയുള്ളവരായി ഇന്ന് പകൽവേള അങ്ങയെ ആരാധിപ്പാൻ, അങ്ങയെ സ്തുതിപ്പാൻ ദൈവം സഹായിക്കുമാറാകണമേ കർത്താവേ. ഞങ്ങളുടെ ജീവന് പകരമായി അങ്ങയുടെ ജീവൻ ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒഴിഞ്ഞു വെച്ചല്ലോ, ഞങ്ങൾക്ക് വേണ്ടി തകർത്തല്ലോ, അല്ല ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ അങ്ങേ തലേ ഹല്ലേലൂയ ഏൽപ്പിച്ചു തന്നതോർത്ത് സ്തോത്രം. കർത്താവിന്റെ കൃപ ഇന്ന് പകൽവേള ഞങ്ങളിൽ പകർന്ന് കർത്താവേ നന്ദിയുള്ളവരായി അങ്ങയെ ആരാധിച്ച് അങ്ങേക്ക് മഹത്വം കരയേറ്റ് സന്തോഷത്തോടെ മടങ്ങിപ്പോവാൻ ഞങ്ങളെ സഹായിക്കണം. ആദ്യോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭരിച്ച് നിയന്ത്രിക്കും. സന്നിധാന ബോധവും ഭയഭക്തിയും ഏകാഗ്രതയും ഇന്ന് പകൽവേള ഞങ്ങൾക്ക് നൽകണമേ. അലക്ഷ്യ മനോഭാവങ്ങളെല്ലാം മാറ്റണമേ കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. ആരാധനയ്ക്ക് തടസ്സമായി തീരുന്ന ആത്മാവിന്റെ നിറവുള്ള ആരാധന ഞങ്ങൾ വെളിപ്പെടെ തടസ്സമായി തീരുന്ന എല്ലാ കുറവശങ്ങളും തെറ്റുകുറ്റങ്ങളും ഇന്ന് പകൽവേള ഞങ്ങളോട് ക്ഷമിച്ച് പുത്രന്റെ രക്തത്താൽ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കഴുകി ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയുള്ളവരായ അങ്ങയെ ആരാധിപ്പാൻ അങ്ങേക്ക് മഹത്വം കരയേറ്റാൻ ദൈവം കൃപ ചെയ്യും കർത്താവേ. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ ആത്മാവിന്റെ ഹല്ലേലൂയ വ്യാപാരത്തിൽ ഹല്ലേലൂയ നിറവിൽ ആയിരിക്കാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കും. എളിവിനെ തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു, ബലപ്പെടുത്തും. കാര്യശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. ആത്മാവിന്റെ നിറവിൽ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് ചേർന്ന് പാടി ആരാധിപ്പാൻ ദൈവം കൃപ നൽകണം. മഹത്വം അങ്ങയ്ക്ക്. സകലവും ഞങ്ങൾക്കായി ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഹല്ലേലൂയ സ്തോത്രഗീതങ്ങൾ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ദൈവത്തെ ആരാധിപ്പാനാണെന്ന് രാവിലെ സമയം ദൈവപാദപീഠത്തിൽ നാം കടന്നു വന്നിരിക്കുന്നത്. ആ ബോധ്യത്തോടെ ഏകാഗ്രതയോടെ ആത്മാവിന്റെ നിറവിൽ പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്നേഹത്തെ നമുക്ക് ഓർത്ത ദൈവത്തെ ആരാധിക്കാം. കുഞ്ഞാട്ടിൻ തിരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. ശുദ്ധനായി തീർന്നു.
തന്നെ നീ വീണ്ടെടുത്തതിനാൽ മഹത്വം രക്ഷകാസ്തുതി നിനക്കെന്നും. ചുറ്റുമേ തന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൽ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൽ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരുദിനായി. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരുദിനായി. ലഭിക്കും നിശ്ചയം എൻ വിരുദെനിക്ക്, ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. ഓ ലഭിക്കും നിശ്ചയം എൻ വിരുദെനിക്ക്, ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ. നിത്യമാനതിന്റെ അന്നു ഞാൻ പാടും, രാജഭൂതം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. നിത്യമാനതിന്റെ അന്നു ഞാൻ പാടും, രാജഭൂതം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുവേ സ്വർഗ്ഗത്തിൽ കോടി കോടി യുഗങ്ങളായി. രക്തത്തിൻ ഫലമായി വാഴുവേ സ്വർഗ്ഗത്തിൽ കോടി കോടി യുഗങ്ങളായി. മനോഹരമാം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോ വീടെത്തുമ്പോ. മനോഹരമാം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോ വീടെത്തുമ്പോ. നിത്യമാം സന്തോഷം പ്രാപിക്കും അന്നു ഞാൻ. ശത്രുവിനത് എടുപ്പാൻ പാടില്ല. നിത്യമാം സന്തോഷം പ്രാപിക്കും അന്നു ഞാൻ. ശത്രുവിനത് എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിയും ആനന്ദം പാടിയും യേശുരാജൻ മുൻപാകെ.
അന്നു ഞാൻ പാടും രാജകൂടം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടും രാജകൂടം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും രക്തത്തെ ഫലമായി വാഴുവേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി രക്തത്തെ ഫലമായി വാഴുവേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി ആലോഹരാമാം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും എൻ ക്ലേശമാകെ നീങ്ങിപ്പോവിടെ എത്തുമോ മനോഹരാമാം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും എൻ ക്ലേശമാകെ നീങ്ങിപ്പോവിടെ എത്തുമോ നിത്യമാം സന്തോഷം പ്രാപിക്കുമെന്നു ഞാൻ ശത്രുവിനതു എഴുപ്പാൻ പാടില്ല നിത്യമാം സന്തോഷം പ്രാപിക്കുമെന്നു ഞാൻ ശത്രുവിനതു എഴുപ്പാൻ പാടില്ല ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശു രാജൻ മുൻപാകെ ഓ ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശു രാജൻ മുൻപാകെ കുഞ്ഞാട്ടിന്റെ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും കുഞ്ഞാട്ടിന്റെ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും രക്ഷകാ സ്തുതി
ഏകാഗ്രതയോടെ ദൈവസന്നിധാനത്തിൽ ഇന്ന് പകൽ വേള നാം ആയിരിക്കട്ടെ. നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. നിശ്ചിന്തകളൊക്കെ മാറട്ടെ, അലസ മനോഭാവങ്ങൾ മാറട്ടെ. ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്ന ചിന്തയോടെ ഹല്ലേലൂയ ഇന്ന് പകൽ വേള ദൈവത്തെ ആരാധിപ്പാനിടയാകട്ടെ. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ മഹത്വം നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവനെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ യഹോവയുടെ രക്ഷയെ, ദൈവത്തിന്റെ രക്ഷയെ കാണിച്ചു കൊടുക്കും. ഇന്ന് പകൽ വേള ദൈവത്തിന് സ്തോത്രം എന്ന യാഗം അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ, ദൈവത്തെ ആരാധിപ്പാനിടയാകട്ടെ. ദൈവത്തെ ആരാധിപ്പാൻ കടന്നു ദൈവമക്കളെ, നാം ആരും മൗനമായിരിക്കരുത്. ഹല്ലേലൂയ. വായുകളെ തുറന്ന ദൈവത്തെ ശക്തിയോടെ ആരാധിച്ചു മഹത്വം കൊടുക്കട്ടെ. സ്തുതി സ്തോത്ര യാഗങ്ങളാൽ ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവസ്നേഹം നമ്മെ തേടിയെത്തിയല്ലോ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ യേശുക്രിസ്തു മൂലം ജീവിപ്പിച്ച് ഇന്ന് പകൽ വേള ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ആനന്ദത്തോടെ ഹല്ലേലൂയ കടന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുവോ. നന്ദിയുള്ളവരായ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ച് നൽകിയതോർത്ത്, നമുക്ക് ആയുസ് നൽകിയത്, ആരോഗ്യം നൽകിയതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. മരിച്ചവരും അവനിറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ജീവനുള്ളവരായി ദൈവത്തിന്റെ സന്നിധാനത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രാണൻ കുഴിയിൽ ഇറങ്ങി പോകുന്നവരെ പോലെ ആയി തീരാതെ ദൈവത്തിന്റെ കരവലയത്തിനുള്ളിൽ നമ്മെ പരിപാലിപ്പാനിടയായി. അനവധി അനർത്ഥങ്ങൾ, അനവധി പ്രതിസന്ധികൾ, രോഗദുഃഖാദികളൊക്കെ കഴിഞ്ഞ നാളുകൾ നമ്മുടെ ജീവിതത്തെ ഹല്ലേലൂയ തിരമാലകൾ പോലെ ആഞ്ഞടിച്ചപ്പോഴും ഹല്ലേലൂയ സ്തോത്ര കാറ്റിനെ ശാസിച്ചവൻ, ഹല്ലേലൂയ തിരകളെ അടങ്ങുമാറാക്കിയവൻ, ഓളകളെ അടങ്ങുമാറാക്കിയ ദൈവം നമ്മുടെ ജീവിത പടകിന് നേരെ കഴിഞ്ഞ നാളുകൾ ഹല്ലേലൂയ ആഞ്ഞടിച്ചതായ എല്ലാ പ്രതിസന്ധികളുമേലും ദൈവം നമുക്ക് ധാരണ നൽകി, ദൈവം നമുക്ക് വിട നൽകി. ആരോഗ്യത്തോടെ ബലത്തോടെ നമ്മെ കൂട്ടിവരിച്ചതോർത്ത് നമ്മുടെ കൈകാലുകൾ തളർന്നു പോകാതെ നമ്മെ ബലപ്പെടുത്തിയ ആരോഗ്യം നൽകിയ ദൈവത്തെ നന്ദിയുള്ളവരായി സ്തുതിച്ചാരാധിക്കട്ടെ. നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. Thank you, Jesus. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. Hallelujah. Hallelujah. നമ്മെ തന്നെ സമർപ്പിച്ച് ഏകാഗ്രതയോടെ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കുമ്പോൾ തുറന്നു നടക്കുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി സകലമായ ഭാവത്തിന് ആൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. Praise Jesus. കാലം കൂടി വന്ന ഓരോരുത്തരും കരങ്ങളിലേക്ക് യാത്രയിലായിരിക്കുന്ന എല്ലാം കറക്റ്റ് സമയത്ത് തിരിച്ചെത്തിക്കേണ്ടതിനാ പ്രാർത്ഥിക്കുന്ന സ്തോത്രം തുടർന്ന് നടക്കാൻ പോകുന്ന ഓരോ ശുശ്രൂഷകളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം ലഭിക്കേണ്ടതിനാ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ലഭിക്കേണ്ടതിനാ പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ നിന്ന് പ്രസംഗിക്കാൻ പോകുന്ന ഞങ്ങളുടെ ദൈവദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവർക്കും ആവശ്യമായ വചനം ലഭിച്ച് സന്തോഷത്തോടെ പ്രോത്സാഹിക്കുന്നതിനാ പ്രാർത്ഥിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. വരുന്ന ഒരാഴ്ച കാലം ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൃപ ദൈവം ലഭിച്ച് പ്രാഗൽഭ്യത്തോടെ തിരിച്ചു പോകാൻ സഹായിക്കേണ്ടതാണ് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്തു. ദൈവമേ ഞങ്ങൾ മുമ്പിൽ തിരുമേശയുണ്ട്. ദൈവമേ പ്രാഗൽഭ്യത്തോടെ തിരുമേശയിൽ പങ്കുചേരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന ഓരോ ശുശ്രൂഷകളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ പ്രത്യേക കൃപ അതിന്മേലെല്ലാം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഞങ്ങൾ നൽകി തരേണ്ട പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാം ജീവിച്ച് യേശുവിൽ ചോദിക്കുന്നു. കൃപയുടെ ഘട്ടത്തിലും പിതാവേ ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 65-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. 65-ാം സങ്കീർത്തനം, സാം നമ്പർ 65.
65 സങ്കീർത്തനം. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ, സകലയോടും നിന്റെ അടുക്കലേക്ക് വരുന്നു. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. പ്രകാരങ്ങൾ പാർക്കേണ്ടതിന് നീ തെരഞ്ഞെടുത്ത് അർപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ മന്ദിരമായ നിന്റെ ആലയത്തിലേക്ക് നന്മ കൊണ്ട് തൃപ്തരാകും. ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. അവൻ ബലമരക്കി കെട്ടിക്കൊണ്ട് തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലകവും ശമിപ്പിക്കുന്നു. സീമാവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മസ്തമത്തിന്റെ ദിക്കുകളെ ഘോഷിച്ച് ഉല്ലസിക്കുമാറാക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ അതിന്റെ ഉൾകാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിന്റെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. ചേർന്ന് പാടാം, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളോട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവയാർക്കുകയും പാടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇന്ന് പകൽവേള സന്തോഷത്തോടെ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ദൈവം സ്വന്തം വെച്ച് കേട്ടു. ആ ദൈവത്തെ നന്ദിയുള്ളവരായി സ്തുതിപ്പാൻ നമുക്കിടയാകട്ടെ, നന്ദിയുള്ളവരായി ദൈവത്തെ ആരാധിപ്പാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തുതി യോഗ്യം. ഹല്ലേലൂയ. നീ ഭൂമിയെ അല്ലെങ്കിൽ സന്ദർശിക്കുന്നു, നീ അതിനെ നനയ്ക്കുന്നു, അതിനെ പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ സന്ദർശിച്ചത് പുഷ്ടി നൽകി, ഹല്ലേലൂയ, അനുഗ്രഹങ്ങൾ നൽകി, നമ്മെ മാനിച്ചു വഴി നടത്തിയ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ കരങ്ങൾ ഉയർത്തിയത് സ്തോത്രം ചെയ്യട്ടെ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്ര സമർപ്പണത്തോടെ നമുക്ക് ചേർന്ന് പാടാം. 7 വിളക്കിൻ നടുവിൽ ശോഭാപൂർണനായി. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി, മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി, മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനോ ആദ്യനോ നീ മാത്രമേശുവേ, സ്തുതിയോടെ
നടുവിൽ
പാട്ടുകൂടെ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാമല്ലോ. അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്ത കൃപാ പെരുന്നതിയെ. അനുഗ്രഹത്തിൻ അധിപതിയെ, ആനന്ദ കൃപാ പെരുന്നതിയെ. അനുഗ്രഹത്തിൻ അധിപതിയെ, ആനന്ദ കൃപാ പെരുന്നതിയെ. അനുദിനം നീ പാദം കേതിയെ, അടിയാനുദേ കൃപമതിയെ. അനുദിനം നീ പാദം കേതിയെ, അടിയാനുദേ കൃപമതിയെ. വന്ദിനകൾ വാഴ്ന്നിടുകിൽ വലയുകയിൽ ഹൃദയാ. വന്ദിനകൾ വാഴ്ന്നിടുകിൽ വലയുകയിൽ ഹൃദയാ. വല്ലഭനെ ഭയാ വന്നിടുമോ പിന്നെ ഭയാ. വല്ലഭനെ ഭയാ വന്നിടുമോ പിന്നെ ഭയാ. അവൻ അനുഗ്രഹത്തെ അധിപതിയെ, ആനന്ദ കൃപാ പെരുന്നതിയെ. അവൻ അനുഗ്രഹത്തെ അധിപതിയെ, ആനന്ദ കൃപാ പെരുന്നതിയെ. പാപികൾക്കായി തന്നവനാ നീയോ. തന്നുയിരേ പാപികൾക്കായി തന്നവനാ നീയോ. തള്ളിടുമോ ഏഴയെന്റെ തിരുമോദി സ്നേഹമെന്റെ. അവ തള്ളിടുമോ ഏഴയെന്റെ തിരുമോദി സ്നേഹമെന്റെ. അവൻ അനുഗ്രഹത്തെ അധിപതിയെ, ആനന്ദ കൃപാ പെരുന്നതിയെ. ഓ അനുഗ്രഹത്തെ അധിപതിയെ, ആനന്ദ കൃപാ പെരുന്നതിയെ. തിരുക്കരങ്ങൾ കാരുന്നതല്ല, ശിക്ഷയിൽ ഞാൻ പതറുകില്ല. തിരുക്കരങ്ങൾ കാരുന്നതല്ല, ശിക്ഷയിൽ ഞാൻ പതറുകില്ല. മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തെ പ്രകാശനങ്ങൾ. അവേ മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തെ പ്രകാശനങ്ങൾ. അനുഗ്രഹത്തെ അധിപതിയെ, ആനന്ദ കൃപാ പെരുന്നതിയെ. അവേ അനുഗ്രഹത്തെ അധിപതിയെ, ആനന്ദ കൃപാ പെരുന്നതിയെ. പാടിടമാ പാഴ്മണല്
കൃപാ പെരുന്നാളിയേ ഓ തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീനെയും തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീനെയും തള്ളിടുമോ സ്നേഹമെന്നിൽ തള്ളിടുമോ തിരുക്കാരങ്ങൾ വരുന്നതല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല ഓ തിരുക്കാരങ്ങൾ വരുന്നതല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല വാക്കെങ്കിൽ ശാസനകൾ സ്നേഹത്തെ പ്രകാശനങ്ങൾ ഓ വാക്കെങ്കിൽ ശാസനകൾ സ്നേഹത്തെ പ്രകാശനങ്ങൾ അനുഗ്രഹത്തെ ആദിവാദിയേ ആനന്ദ കൃപാ പെരുന്നാളിയേ ഓ അനുഗ്രഹത്തെ ആദിവാദിയേ ആനന്ദ കൃപാ പെരുന്നാളിയേ പാരിടമാ പാടിടും ഞാൻ പാരിടമാ പാടിടും ഞാൻ വരുമളവിൽ മറഞ്ഞിടും ഞാൻ മാറിടത്ത് ഓ മരണദിന വരുമളവിൽ മറഞ്ഞിടും ഞാൻ മാറിടത്ത് ഓ അനുഗ്രഹത്തെ അതിമതിയേ ആനന്ദ കുമാ പെരുന്നാളിയേ അനുഗ്രഹത്തെ അതിമതിയേ ആനന്ദ കുമാ പെരുന്നാളിയേ അനുദിനം നീ പാദം ഗതിയേ അടിയാനേ ശുഭമാനേ അനുദിനം നീ പാദം ഗതിയേ അടിയാനേ കൃപമാനേ ആദിവാദിയേ ആനന്ദ കൃപാ പെരുന്നാളിയേ ഓ അനുഗ്രഹത്തെ ആദിവാദിയേ ആനന്ദ കൃപാ പെരുന്നാളിയേ ഓ അനുഗ്രഹത്തെ ആദിവാദിയേ ആനന്ദ കൃപാ പെരുന്നാളിയേ ആദിവാദിയേ
Thank you, Lord Jesus. Praise you, Master. പരിശുദ്ധ പിതാവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ സന്നിധാനത്ത് ഞങ്ങളെ കൂട്ടിവരുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി, അങ്ങയുടെ വിശ്വസ്തതകൾക്കായി നന്ദി. ഇന്ന് പകൽ വേളത്തിൽ സന്നിധാനത്ത് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലും അനുഗ്രഹമാക്കി തീർക്കണം. സമ്പൂർണമായി തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ഒരു ദൈവക്രമോട് ഞങ്ങളെ നിറച്ച് അനുഗ്രഹിച്ച് ഞങ്ങളെ മടക്കി അയക്കണം. കൃപയും ശാന്തിയും കൊണ്ടിരിക്കും. പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. നല്ല സംഗീതത്തിന്റെ ഭാഗം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഞങ്ങളുടെ പഠനം തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ. നമുക്കെല്ലാവർക്കും ദിവസം Praise the Lord. Hallelujah. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമുള്ള നാമം അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല പകലിൽ പ്രഭാതവേളയിൽ മുഖത്തുപെടുമാറാകട്ടെ. കർത്തൃപാദാന്റെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, വിശേഷിയാൽ ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട കൗൺസിൽ എൽഡേഴ്സായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഏവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കും. ഒരു ദിനം കൂടെ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകി. ഈ പ്രഭാതവേളയിൽ കടന്നു ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തിന് മഹത്വം അർപ്പിപ്പാനും ദൈവം നമുക്ക് സാവകാശം ഒരുക്കിയല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി നന്ദി. കഴിഞ്ഞ രാത്രിവേളയിലും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരം ഒരുക്കി. ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വിശ്വസ്തത ഓർത്ത്, ദൈവത്തിൻ്റെ കരുണയോർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ തുറന്നുള്ള സമയങ്ങൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. 65-ാം സങ്കീർത്തനമാണ് നാം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തെ പ്രകീർത്തിക്കുന്നതായ, കരുതലിനെ പ്രകീർത്തിക്കുന്നതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഈ 65-ാം സങ്കീർത്തനം. ദാവീദാണ് ഈ സങ്കീർത്തനകർത്താവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവം ഭൂമിയിലും മനുഷ്യരിലും വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സ്നേഹത്തെ ഈ സങ്കീർത്തനക്കാരൻ പ്രതിപാദിക്കുകയാണ്. 1-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവമേ സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കും. ഇവിടെ ആരാധനയുടെ പ്രാധാന്യവും ദൈവത്തിൻ്റെ കരുതലിൻ്റെ ശ്രേഷ്ഠതയും സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനം പഠിക്കുമ്പോൾ സിയോനിൽ വസിക്കുന്ന ദൈവത്തെ സ്തുതിപ്പാൻ താൻ ആഹ്വാനം ചെയ്യുകയാണ്. അത് ഏറ്റവും ഉചിതമാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുക. സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം. സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം എന്ന് പറയുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ പ്രതിപാദിക്കുന്നത് ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുന്നതിനെ കുറിച്ച്. സിയോൻ എന്നുള്ളതിന് നമുക്ക് അറിയാമല്ലോ, യെരൂശലേമിൽ ഉള്ള ഒരു മലയെ ആണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. അതിനാൽ നമ്മളതിനെ ആഴമായി പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന, ദൈവത്തിൻ്റെ ആലയം സ്ഥിതി കൊള്ളുന്ന ആ സ്ഥലത്തെ പ്രതിനിധാനം ചെയ്യുകയാണ് സിയോൻ എന്നുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, ദൈവത്തെ ആരാധിക്കുന്നത്, അത് ദൈവത്തിൻ്റെ പെട്ടകം അധിവസിക്കുന്ന, ദൈവത്തിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്നതായ ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആലയത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നത് ഏറ്റവും നല്ലത് എന്ന്
സങ്കീർത്തനക്കാരൻ പറയുകയാണ്. സ്തോത്രം. മാത്രമല്ല രണ്ടാമത്തെ ഭാഗത്തിൽ അവിടെ വെളിപ്പെടുത്തുന്നത് നിനക്ക് തന്നെ നേർച്ച കഴിക്കണം. ഇവിടെ ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതിക്കുവാൻ യോഗ്യൻ ആരാണെന്ന്, അല്ലെങ്കിൽ ദൈവസന്നിധി തീരുമാനങ്ങളും പ്രതിഷ്ഠകളും ആരുടെ സന്നിധിയിലാണ് എടുക്കേണ്ടത്, ആരുടെ മുമ്പിലാണ് എടുക്കേണ്ടതിനെ കുറിച്ചും ഇവിടെ വിവരിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. നിനക്ക് തന്നെ നേർച്ച കഴിക്കണം. ഇന്ന് ആരോട് പ്രാർത്ഥിക്കണം, ആരോട് അപേക്ഷിക്കണം, ആരുടെ സന്നിധിയിൽ പോകണമെന്ന് അറിയാതെ ഒത്തിരി പേരുണ്ട്. സ്തോത്രം. കാണുന്നിടത്തൊക്കെ ആരാധിക്കുകയും, മീൻസ് ഹല്ലേലൂയ, ദൈവമല്ലാത്തതിനെ ആരാധിക്കുകയും ദൈവമല്ലാത്തതിന് മുമ്പിൽ തീരുമാനമെടുക്കുകയും ദൈവമല്ലാത്തതിന് മുമ്പിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്ന അനവധി ആളുകളെ കാണുന്നുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തിൻ്റെ നേർച്ച കഴിക്കുന്നതും ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രമാണ് യോഗ്യമായുള്ളത്. എവിടെയാണ് ദൈവത്തിൻ്റെ സന്നിധി? തൻ്റെ മക്കൾ മുട്ടുമടക്കുന്ന സ്ഥലം എവിടെയോ അവിടെ ദൈവം ഇറങ്ങി വരുന്നിടമാണ് ദൈവത്തിൻ്റെ സന്നിധി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽവേള ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിടമാണ് ദൈവത്തിൻ്റെ സന്നിധാനം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽവേള ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുമ്പോൾ തൻ്റെ മക്കളാകുന്ന രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളാക്കി തീർക്കപ്പെട്ട അവകാശികളായി തീർക്കപ്പെട്ട നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. സ്തോത്രം. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ മധ്യേ ഉണ്ട്. സ്തോത്രം. എന്തിനും കൂടി വരുന്നിടത്ത് ദൈവം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സ്തോത്രം. ദൈവത്തെ ആരാധിപ്പാൻ കൂടി വരുന്നിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഏത് കാര്യങ്ങൾക്കും ഒരുമിച്ച് കൂടി വരുമ്പോൾ, അല്ലെങ്കിൽ ഏത് വിധത്തിലും കാര്യങ്ങൾ നടത്തുവാൻ കടന്നു വരുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവിടെ പലവിധമായ ബിസിനസ്സുകൾ നടക്കാം. സ്തോത്രം. അശുദ്ധമായ പലതും അവിടെ നടക്കാം. പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്നത് ശുദ്ധിയുള്ളിടത്ത് മാത്രമായിരിക്കും. അപ്പോൾ ദൈവമക്കൾ ശുദ്ധിയുള്ളവരായ ദൈവമക്കൾ കൂടി വരുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽവേള ഒന്ന് ചിന്തിക്കണം, ഞാൻ ശുദ്ധിയുള്ളവനായും ശുദ്ധിയുള്ളവളുമായിട്ടാണോ ഇന്ന് പകൽവേള ദൈവത്തിന്റെ സന്നിധാനത്തിൽ കടന്നു വന്നിരിക്കുന്നത്? ദൈവം വസിക്കണമോ അവിടെ ശുദ്ധിയുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമോ അവിടെ ദൈവികമായി ശുദ്ധിയുള്ളതായിരിക്കണം. ശുദ്ധി ഇല്ലാത്തിടത്ത് ദൈവം വസിക്കില്ല. തിരുവചനം വായിക്കുന്നല്ലോ, ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ നിന്റെ മധ്യേ നടകൊള്ളുമ്പോൾ നിന്നെ വിട്ട്, നിന്റെ കൂടാരം വിട്ട്, നിന്റെ പാളയം വിട്ട് പോകാതിരിക്കേണ്ടതിന് നിന്റെ പാളയം എന്തുള്ളതായിരിക്കണം? ശുദ്ധിയുള്ളതായിരിക്കണം. എന്ന് പറഞ്ഞാൽ എനിക്ക് വസിക്കണമോ അവിടെ ശുദ്ധിയുള്ളതായിരിക്കണം. ദൈവത്തെ ആരാധിക്കേണ്ടത് ശുദ്ധിയുള്ള ദൈവമക്കൾ കൂടി വരുന്നിടത്ത, ദൈവത്തെ സ്തുതിക്കേണ്ടത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽവേള ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നിരിക്കുമ്പോ മൗനമായിരിക്കാൻ പാടില്ല. ദൈവത്തെ സ്തുതിക്കണം. ദൈവം നമ്മുടെ മധ്യമുണ്ട്. നമ്മുടെ അക്ഷരികമായ കണ്ണുകളാൽ നമുക്കത് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾക്ക് ഹല്ലേലൂയ ഇന്ന് പകൽവേള ദൈവത്തെ ആരാധിപ്പാനിടയാകണം. തീരുമാനങ്ങൾ എടുക്കേണ്ടതും തീരുമാനങ്ങൾ പാലിക്കപ്പെടേണ്ടതും ദൈവത്തിന്റെ സന്നിധിയിലാണ്. സ്തോത്രം. നിനക്ക് തന്നെ നേർച്ച ഞാൻ കഴിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരേണ്ടതിന്റെ വസിക്കേണ്ടതിന്റെയും ദൈവത്തെ ആരാധിക്കേണ്ടതിന്റെയും അല്ലെങ്കിൽ ആവശ്യകതയെ സങ്കീർത്തനക്കാരൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. യെരൂശലേമിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയം വസിക്കുന്ന ആ സ്ഥലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഞാൻ ഓർപ്പിച്ചല്ലോ സിയോൻ എന്നിവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തിന്റെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമക്കൾ തയ്യാറാകണമെന്നുള്ളതും അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർപ്പിക്കുകയാണ്. 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും എൻ്റെ അടുക്കൽ വരും. ദൈവത്തിന്റെ നേർച്ച എവിടെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇന്ന് പലരും എന്താ ഈ നേർച്ച എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇന്നത് ചെയ്താൽ ദൈവത്തിന് ഇന്നത് കൊടുക്കാം. ദൈവത്തിന് മുൻപേ കൊടുത്തിട്ട് അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തിട്ട് എന്തെങ്കിലും വാങ്ങുന്നത് പോലെ അല്ലേ, കാര്യം സാധിച്ചെടുക്കുന്ന പോലെ. നീ എനിക്ക് വേണ്ടി ഇന്നത് ചെയ്താൽ, എനിക്ക് രോഗസൗഖ്യം തന്നാൽ, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തന്നാൽ ഞാൻ നിന്നെ ആരാധിക്കാം, ഞാൻ നിന്നെ പിൻപറ്റിക്കൊള്ളാം. അതല്ല, എനിക്ക് എൻ്റെ രോഗത്തിന് സൗഖ്യം വന്നില്ലെങ്കിലും എൻ്റെ പ്രശ്നത്തിന് പരിഹാരം വന്നില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. ആരാധിക്കുന്നവർക്ക് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നത്
ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് ആ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുന്നത്. അല്ല, രോഗ സൗഖ്യം ലഭിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നവർക്കാണ്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ ഇന്നത് ചെയ്താൽ ഞാൻ ഇന്നതുപോലെ ചെയ്തു കൊള്ളാമെന്നല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എത്രയോ തീരുമാനങ്ങളും എത്രയോ പ്രതിഷ്ഠകളും കഴിഞ്ഞ നാളുകൾ എടുത്തിട്ടുള്ളതാണ്. പലപ്പോഴും അത് പാലിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും ഇന്ന് പകൽവേള ദൈവമക്കൾ ഒരു ശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടതാണ്. ഒന്ന് ചിന്തിച്ച്, കഴിഞ്ഞ നാളിൽ എത്രയോ തീരുമാനങ്ങൾ നാം എടുത്തതാ. ഏറ്റവും കൂടുതൽ തീരുമാനമെടുക്കുന്ന ആണ്ടർ യോധന അല്ലേ? അന്ന് ഈ പറഞ്ഞിട്ട് പോയതല്ലാതെ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നതിനൊക്കെ നല്ലത്. ഈ നേർന്നിട്ട് വെറുതെ എന്തിനാ അടി വാങ്ങിച്ചു കിട്ടുന്നത്? ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല ഇന്ന് ചെയ്യാൻ. പക്ഷേ നിന്റെ ഹൃദയത്തിൽ ആത്മാവ് നിന്നെ പ്രേരിപ്പിക്കുന്നു, നീ അത് ചെയ്യണം. തീരുമാനമെടുക്കാൻ നിനക്ക് പ്രേരണ തരുന്നു, നീ ചെയ്യണം. അപ്പോൾ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ ഞാൻ ഈ തീരുമാനമെടുത്ത് അത് പൂർത്തീകരിപ്പാൻ നിവർത്തിപ്പാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവത്തിന്റെ വചനം വായിക്കുന്ന നമുക്കിങ്ങനെ വായിക്കുന്നല്ലോ, 1000 തൈല നദികളിൽ ഞാൻ പ്രസാദിക്കുമോ? സ്തോത്രം. 1000 തൈല നദികളിൽ ഞാൻ പ്രസാദിക്കുമോ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ദൈവത്തിന് അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് കാര്യം സാധിപ്പിക്കുന്നത് പോലെ. പക്ഷേ അങ്ങോട്ട് കൊടുത്തിട്ട് കാര്യം സാധിപ്പിക്കുകയല്ല, ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തിന് ആരാധന കൊടുത്തിട്ട്, സ്തോത്രം, ഇത് ചെയ്തിട്ട് ഞാൻ തന്നെ ആരാധിക്കാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ദൈവത്തെ ആരാധിച്ചിട്ട് വിടുതലും നന്മയും പ്രാപിച്ചോണം. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നേർച്ച നേരേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ആ നേർച്ച നേരുന്ന ദൈവമക്കൾ അല്ല, ആ ദൈവവേദന അടുത്ത് പ്രാർത്ഥിക്കുക, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളോവേ സകല ജഡവും, അത് മനുഷ്യനെന്നല്ല മൃഗാദികളും എല്ലാം ദൈവത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സ്തുതിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക. സ്തോത്രം. നിന്റെ സന്നിധിയിൽ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളോവേ സകല ജഡവും നിന്റെ അടുക്കൽ വരുന്നു. സ്തോത്രം. താഴോട്ട് വായിച്ചു, ഞാൻ എല്ലാ ഭാഗങ്ങളും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. അവിടെ നാം അവസാനമായി ഭാഗങ്ങൾ വായിക്കുന്ന 4-ാം വാക്യം വായിക്കുമ്പോൾ, നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. സ്തോത്രം. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മളേവരും ഭാഗ്യവാന്മാരാണ്. കാരണം എന്താ? ദൈവത്തോട് ചേർന്ന് വസിപ്പാൻ, ദൈവത്തോട് ചേർന്ന് ഹല്ലേലൂയ ഇരിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. സ്തോത്രം. അതുകൊണ്ട് നാം ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ട, ദൈവത്തിന്റെ സാന്നിധ്യം. ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ ഓർപ്പിച്ചത് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ദൈവസന്നിധിയാണ്. സ്തോത്രം. ദൈവമക്കൾ ആ ദൈവത്തിന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, അത് ദൈവത്തിന്റെ സന്നിധാനമാണ്. അവിടെ പാർക്കേണ്ടതിന് നീ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ. ഇവിടെ ഈ പ്രാകാരത്തെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ സ്തോത്രം സമാഗമന കൂടാരവും അതിനോട് ചേർന്നുള്ള ഭാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ഇവിടെ കാണുന്നത്. ആ പ്രാകാരത്തിൽ വരാൻ ഭാഗ്യം ലഭിച്ചാൽ, സ്തോത്രം, പ്രാകാരത്തിലെങ്കിലും വരാൻ ഭാഗ്യം ലഭിക്കുന്നവർ. പിന്നെ അതിനകത്തേക്ക് പ്രവേശിപ്പാൻ സാധാരണ ജനങ്ങൾക്ക് അനുവാദമില്ല. പുരോഹിതന് മാത്രമേ അനുവാദമുള്ളൂ. അതിപരിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതൻ അതിൽ കടന്നു ചെല്ലാൻ അനുവാദമുണ്ട്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാകാരങ്ങളിൽ ചെല്ലുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ തക്കണം. അത് അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുക എന്നുള്ളത്. ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തരാ. അപ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ എന്തോ ഉണ്ട്? നന്മയുണ്ട്. സ്തോത്രം. അത് ആർക്കേ ലഭിക്കത്തുള്ളൂ? അവിടെ ചെല്ലുന്നവർക്കേ ലഭിക്കുള്ളൂ. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്നവർക്കേ ആ നന്മ ലഭിക്കുള്ളെന്ന് ഞാൻ മുൻപോട്ട് പോകട്ടെ. താഴോട്ട് വായിച്ചു വരുമ്പോൾ 9-ാം വാക്യം, നീ ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാകുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം, ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. അപ്പോൾ നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. അപ്പോൾ ദൈവിക സന്ദർശനം ഉണ്ടായാൽ ഒരു നനവുണ്ടാകും. അവിടെ അത് കൃഷിയെ സംബന്ധിച്ച് അതിനോട് ചേർന്ന് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടി ഉള്ളതാക്കും. ദൈവിക സന്ദർശനം ഉണ്ടായാൽ അവിടെ പുഷ്ടി ഉണ്ടാകും. അടുത്തത്, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറങ്ങി, ഇങ്ങനെ നീ സ്തോത്രം എന്ത് ചെയ്യുക? ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു.
അപ്പോൾ ഇന്ന് പകൽവേള ദൈവത്തോട് പ്രാർത്ഥിക്കത്താവേ, എൻ്റെ മേലൊരു ദൈവിക സന്ദർശനം ഉണ്ടാകണം, എൻ്റെ മേൽ ഒരു ദൈവിക കടാശം ഉണ്ടാകണം. സ്തോത്രം. എൻ്റെ ഈ വരണ്ട അവസ്ഥകളൊക്കെ ഒന്ന് മാറുവാൻ, എൻ്റെ ശുഷ്കിച്ചിരിക്കുന്ന അവസ്ഥകൾ, എൻ്റെ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥകളൊക്കെ മാറുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു കടാക്ഷം, ദൈവികമായ ഒരു സന്ദർശനം എൻ്റെ മേൽ ദൈവം അയക്കണമേ. ഹല്ലേലൂയ. ആത്മീയമായി നാം വരണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, ആത്മീയമായി ഹല്ലേലൂയ സ്തോത്രം പുഷ്ടി നഷ്ടപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ മാറുവാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പകൽവേള ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ ഹല്ലേലൂയ, ആത്മീയമായ വരൾച്ചയൊന്ന് മാറിക്കെട്ടുവാൻ, ആത്മീയമായ ക്ഷീണമൊന്ന് മാറുവാൻ, ആത്മീയമായി ഉണങ്ങിയിരിക്കുന്ന അവസ്ഥകൾ മാറുവാൻ ഈ ദിവസങ്ങളിൽ ദൈവിക സന്ദർശനം എൻ്റെ മേലൊന്ന് അയക്കണമേ. അവിടുത്തെ കൃപാ കടാക്ഷം എൻ്റെ മേലൊന്ന് വെളിപ്പെടുത്തണമേ എന്ന് ഇത് പകൽവേള ദൈവത്തോട് പ്രാർത്ഥിപ്പാണ്ടയാകട്ടെ. ദൈവം നമ്മെ ഒന്ന് സന്ദർശിക്കട്ടെ. ദൈവം അതിൻ്റെ ഒഴിവിൽ ചാലുകളെ നനയ്ക്കണം. അതിനെ കട്ട ഉടച്ച് ഏത് ഉടയാത്തതും എവിടെ ഉടയും? ദൈവസൻ ഉടയണം. ദൈവം സന്ദർശിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഉടയും, ഉടഞ്ഞിരിക്കും. സ്തോത്രം. കട്ട പിടിച്ചിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം എല്ലാ അനുഭവങ്ങളും മാറും. സ്തോത്രം. ദൈവം ഉഴവു ചാലുകളെ നീ നനയ്ക്കുക, അതിനെ കട്ടെ ഉടച്ച് നിരത്തുന്നു, മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. പ്രകൃതിയിന്മേലുള്ള ദൈവത്തിന്റെ കടാക്ഷത്തെ കുറിച്ചാണ് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുന്നത്. നിന്റെ സംവത്സരം നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കൂന്നുകൾ ഉല്ലാസം കൊണ്ട് ധരിക്കുന്നു, മേച്ചിൽ പുറങ്ങൾ ആട്ടും കൂട്ടം കൊണ്ട് നിറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ മരുഭൂമിയിലൊക്കെ ആടുകൾ അധികമായി എല്ലാവരും, പക്ഷേ എവിടെ കൂടുതൽ ഉണ്ടാകുന്നത്? പുൽപ്പുറങ്ങളിലാണ്. സ്തോത്രം. അതിനെന്തുണ്ടാകും? മരുഭൂമിയിൽ പുൽപ്പുറം ഉണ്ടാകണം, എന്തോ വേണം? ദൈവം അവിടെ മഴ പെയ്യണം. മഴ പെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടാകണം. ഈ ദിവസങ്ങളിൽ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ, ഒരു പുഷ്ടി ഉണ്ടാകുവാൻ, സ്തോത്ര നന്മകൾ വർദ്ധിക്കുവാൻ, അനുഗ്രഹങ്ങൾ വർദ്ധിക്കുവാൻ ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസങ്ങൾ ഒരു ദൈവിക സന്ദർശനം എൻ്റെ മേൽ നയിക്കണമേ. ഒരു ദൈവിക സന്ദർശനം എൻ്റെ മേൽ അയക്കണം. ഒരു ദൈവിക വിടുതൽ എൻ്റെ മേൽ വ്യാപരിക്കപ്പെടണം. സ്തോത്രം. എൻ്റെ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥകളൊക്കെ മാറണം. ഹല്ലേലൂയ. മഴയാൽ നീ ഒന്ന് കുതിർക്കണമെന്നേ. ഈ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥകൾ മാറുവാൻ, ഹല്ലേലൂയ, ഒന്ന് പുഷ്ടിപ്പെടുവാൻ, ഒന്ന് ബലം പ്രാപിപ്പാൻ ഈ ദിവസങ്ങളെ ദൈവിക സന്ദർശനം എൻ്റെ മേൽ നയിക്കണമേ എന്ന് ദൈവത്തോടെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് നടത്തിയെല്ലാം അതിന് നമുക്ക് നൽകുന്ന ഹല്ലേലൂയ സ്തോത്രം പ്രാഗൽഭ്യം അല്ലെങ്കിൽ നമ്മളെ ബലപ്പെടുത്തുന്നതെന്നറിയാമോ? നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ അത് സാധൂകരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ളത്. നമ്മുടെ പ്രശ്നങ്ങൾ നൽകിയ വിടുതലുകൾ, നമ്മുടെ പ്രതിസന്ധികൾ നമ്മെ ഉദ്ധരിച്ചത് ഹല്ലേലൂയ സാധൂകരിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത്. ദൈവത്തിന് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാണ്. തുടർന്ന് സാക്ഷ്യത്തിനായിട്ട് സമയം വേർതിരിക്കാം. വേഗത്തിൽ സമയങ്ങളെ വേർതിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. കുഞ്ഞുങ്ങൾ പ്രാരംഭമായി എഴുന്നേറ്റ് വാക്യം പ്രസ്താവിക്കുന്നതായിരിക്കും. ബ്രയാന, ബിജു, വർഗീസ് will this section. Please come forward. Praise the Lord. Romans 5 verse 8. But God demonstrates His own love towards us in that while we were still sinners, Christ died for us. Amen. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഇന്ന് പകൽ വേളയിൽ കുഞ്ഞുങ്ങളെ ആരോഗ്യത്തോടെ ബലത്തോടെ കൂട്ടിവരുത്തി അവരുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ പഠനകാര്യങ്ങളിലും യാത്രകളൊക്കെ ദൈവം കൂട്ടുന്നവരെ സഹായിച്ചു. അനർത്ഥങ്ങൾ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ ദൈവം സൂക്ഷിച്ചല്ലോ. തുടർന്ന് ദൈവം അവരെ സഹായിക്കേണ്ടതിനായി, ദൈവകൃപയിൽ ദൈവം അവരെ നിലനിർത്തേണ്ടതിനായി, ദൈവകൃപ അവരിൽ വെളിപ്പെടേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ പലയിടങ്ങളിലായിട്ട് പാർക്കുന്നു. വിദേശ രാജ്യങ്ങളും സ്വദേശങ്ങളൊക്കെ സ്തോത്രം പഠനത്തോടുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. വെക്കേഷനുള്ള ബന്ധത്തിൽ നാട്ടിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദൈവം അവരെയൊക്കെ സൂക്ഷിക്കേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഇന്ന് പകൽ വേള നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ നമ്മുടെ കരമൊന്ന് നീട്ടാം. സ്തോത്രം. അവരെ നമുക്കൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളെ ഏൽപ്പിച്ച് അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന തിരുവചന പ്രകാരം
ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ വാസ്തവമായി അനുഗ്രഹിക്കപ്പെടുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവകൃപ വെളിപ്പെടുവാൻ, ദൈവശക്തി വെളിപ്പെടുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവരെ അവിടുന്ന് അനുഗ്രഹിച്ച് സഹായിച്ചല്ലോ. പഠിപ്പാൻ വേണ്ട ജ്ഞാനം, ബുദ്ധി, ഓർമ്മശക്തിയൊക്കെ നൽകി അവരെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം. ദൈവിക ജ്ഞാനം കൊണ്ട് നിറച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പലരും പലയിടങ്ങളിലായിരിക്കുന്നു. വെക്കേഷൻ ബന്ധം നാട്ടിലായിരിക്കുന്നു കുഞ്ഞുങ്ങളുണ്ട്, പഠനത്തോളം ബന്ധത്തിലായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വിവിധയിടങ്ങളായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടുകയാക്കണം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ നാമം ചൊല്ലി സഭയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരെ കാലത്തും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ ദൈവം സഹായിക്കും, കൃപ കൊണ്ട് നിറയ്ക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും രോഗികളായോ ക്ഷീണിതരായോ ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവം അവരോടും കരുണ കാണിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗത്തിലോടുന്ന വചനം വായിച്ച് അങ്ങനെയുള്ള പ്രിയ കുഞ്ഞുങ്ങളെയും അവിടുന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കും. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്വർഗീയ പിതാവേ. ഷോട്ട് ഹല്ലേലൂയ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ബി സീറ്റഡ്. സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കാം. പ്രാർത്ഥന വിഷയങ്ങളാണ്. പ്രൈസ് ലോർഡ്. നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവൽക്കാലം ദൈവമക്കളുടെ മധ്യ ദൈവത്തിൻ്റെ സാക്ഷ്യം നിൽക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന സാവകാശത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലം അവധിയോടെ ബന്ധത്തിൽ നാട്ടിലായിരിക്കുവാൻ ദൈവം കൃപ ചെയ്തു. 10-ാം തീയതി മടങ്ങി വന്ന് ജോലി പ്രവേശിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരുന്നു. പോക്കില വരവിലെല്ലാം കൂടെ ഇരുന്ന് സഹായിച്ചു. കുഞ്ഞുങ്ങൾ പലയിടത്തായിട്ടായിരിക്കുന്നു, അവരെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. ഗ്രേസ് മോൾ പൂനെയിൽ ജോലി പ്രവേശിച്ചു. ഗിഫ്റ്റ് മോൾ നാട്ടിലായിരിക്കുന്നു. മോനെ ഓർത്തും ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചൊരു പ്രാർത്ഥനാ വിഷയമുള്ളത്, 2 ദിവസം മുമ്പേ ബുധനാഴ്ച രാത്രിയിൽ അച്ഛന് പ്രാർത്ഥന കോട്ടേജ് മീറ്റിങ്ങിൻ്റെ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെസ്റ്റ് പെയിൻ അനുഭവപ്പെട്ടു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി. അത് കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്നപ്പോൾ ശക്തമായിട്ട് കിടക്കാൻ വയ്യാത്ത പോലെ ഒരു വേദന വീണ്ടും വന്നു. അതും കുഴപ്പമില്ല, അത് മാറി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും കിടന്നുറങ്ങി. ഇന്നലെ രാവിലെ ECG എടുത്തപ്പോൾ നോർമലായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. ഫിസിഷ്യനെ കാണിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയി. ഇന്ന് രാവിലെ ആയപ്പോൾ വീണ്ടും വളരെ ശക്തമായ വേദന അനുഭവപ്പെട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് തിരിച്ചു വന്നു. വീണ്ടും പൂർണ്ണമായൊരു സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണമേ. ദൈവകരം അത്ഭുതകരമായി വെളിപ്പെടേണ്ടതിന് വേണ്ടി ദൈവങ്ങളുടെയും ദേവദാസിനെയും പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതരാധന കൂടി എൻ്റെ ജീവിതത്തിൽ കർത്താവദാനമായി തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഈ ബുധനാഴ്ച 28-ാം തീയതി നാട്ടിലേക്ക് ഒരു മാസത്തെ അവധിക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിരിക്കുന്നു. ഇവിടെ സാക്ഷ്യവാചകങ്ങളെ ഓർപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയ നാട്ടിൽ കടന്നുപോയി ക്ഷേമത്തോടെ മടങ്ങി വരുവാനിടയായി. പ്രത്യേകാൽ പ്രിയ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങൾ ശാരീരമായി അല്പമല്ലാത്ത ക്ലേശത്താൽ ചെസ്റ്റ് പെയിനാലൊക്കെ വളരെ ഭാരപ്പെടുവാൻ ഇടയായി തീർന്നല്ലോ. ദൈവം പൂർണ്ണമായി വിടുതൽ കൊടുക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. ദിവസങ്ങളിൽ ഒരു ദോഷവും ഭവിക്കാതെ, പ്രയാസം ഉണ്ടാകാതെ ദൈവം സൂക്ഷിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമല്ലോ. പ്രിയപ്പെട്ട നാട്ടിലേക്ക് 28-ാം തീയതി കടന്നു പോകുന്നു. തൻ്റെ യാത്ര ദൈവം കൂടുതൽ സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നാം നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്. മാത്രമല്ല, നമ്മുടെ പ്രിയ അനൂപ് ജഗ് സാറിൻ്റെ മാതാവ് എന്നൊരു സർജറിക്ക് വിധേയപ്പെടുകയാണ്. പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർജറിയൊക്കെ വളരെ വിജയകരമായി തീരുവാൻ യാതൊരു പ്രയാസം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നമ്മുടെ പ്രിയ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരൊക്കെ ഓർത്ത് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ പൊന്നച്ചാനെ ഓർത്ത് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ദൈവം പൂർണ്ണമായി സൗഖ്യം കൊടുക്കട്ടെ. സമയൽ ബ്രദറിനെ ഓർത്ത് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദരനെ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ ഷാരോൺ മോളെ ഓർത്ത് നാം ദിവസങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ദൈവം അവൾക്ക് വിടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അവൾ പിടിച്ച് നിർത്തുവാൻ ഇടയായി. ദൈവം പൂർണ്ണമായ വിടുതൽ പൈതലിന് കൽപ്പിക്കേണ്ടതിനായിട്ട് അത്ഭുതകരമാവണ്ണം ഒരു ദൈവസാക്ഷിയായി അവൾ നിലകൊള്ളുവാൻ ദൈവം സഹായിക്കേണ്ടതിന് പൂർണ്ണ സൗഖ്യം നൽകേണ്ടതിനായിട്ട് പ്രിയ പൈതലിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ.
അങ്ങനെ ദിവസങ്ങളൊക്കെ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനവധി വിഷയങ്ങളുണ്ട്. പ്രത്യേകാൽ നമ്മുടെ പ്രിയ സഹോദരൻ ജിൻസനെ ഓർത്ത് നമുക്ക് നാം പ്രാർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ സാക്ഷ്യം പറഞ്ഞ് താൻ ചെക്കപ്പിന് വേണ്ടി നാട്ടിലേക്ക് കടന്നുപോയി. എന്നാൽ നാട്ടിൽ ചെന്ന് ചെക്കപ്പുകൾ നടത്തിയപ്പോൾ ക്രിയാറ്റിൻ ലെവൽ നോർമലായി എന്ന് പറയുവാൻ, വിവരങ്ങൾ അറിയിക്കുവാൻ ഇടയായി തീർന്നു. വളരെ ഭാരത്തോടെയാണ് പ്രിയ സഹോദരൻ കടന്നുപോയത്. എന്നാൽ നാം ഒരുമിച്ച് പ്രാർത്ഥിച്ച നമ്മുടെ പ്രാർത്ഥന ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു. സ്തോത്രം. തൻ്റെ ആ ക്രിയാറ്റിൻ ലെവലൊക്കെ നോർമലായി തീരുവാൻ ദൈവം സഹായിച്ചല്ലോ. പിന്നെയും ദൈവം പൂർണ്ണ ആരോഗ്യത്തോടെ ബലത്തോടെ നടത്തേണ്ടതിനായിട്ട് ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകാൽ നമ്മുടെ പ്രിയ നാം നടത്തുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ക്രമങ്ങൾ ചെയ്തിരിക്കുന്ന കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവിൻ്റെ ദാസൻ ഷിബിൻ ശാമുവൽ യാത്രയിലായിരിക്കുന്നു. ക്ഷേമത്തോടെ തക്ക സമയത്ത് എത്തിച്ചേരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി പ്രിയ കർത്താവിൻ്റെ ദാസനെയും വരും ദിവസങ്ങൾ നടക്കുന്ന കൺവെൻഷനെയും കൂട്ടായ്മകളെയൊക്കെ ഓർത്ത് എൻ്റെ അനുഗ്രഹത്തിനായിട്ടും പ്രാർത്ഥിക്കാമല്ലോ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധൻ നിത്യനീതിമാനുമായ ഞങ്ങൾ സ്വർഗസ്ഥനായ പിതാവേ, ഇതുപോലെ ആഴ്ച പകൽക്കാലം കർത്താവ് നിൻ്റെ സന്നിധിയിലായിരിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ പ്രഭാതം പോലെ ഈ നിമിഷം വരെയും കർത്താവെ ഞങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ കർത്താവ് ഞങ്ങളെ നിറച്ചവനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്നത്തെ കർത്താവ് ഞങ്ങളുടെ കർത്താവെ സാക്ഷി ആവശ്യങ്ങൾ കേട്ടല്ലോ കർത്താവെ. കർത്താവ് അല്പസമയം കർത്താവ് നിൻ്റെ സന്നിധിയിൽ കർത്താവ് ഞങ്ങൾ ഇരുന്നപ്പോൾ കർത്താവെ, കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികൾ കേൾപ്പാൻ കർത്താവ് നീ ഞങ്ങൾ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവ് ഞങ്ങൾ ഷൈനി സിസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സഹോദരനായി സ്തോത്രം കർത്താവെ, ദാസന് കർത്താവെ, ചെസ്പേനായി ഭാരപ്പെടുന്ന കർത്താവെ, പൂർണ്ണ സൗഖ്യം കർത്താവെ നീ കൊടുക്കുമാറാണമേ കർത്താവെ. കർത്താവെ അങ്ങയുടെ കർത്താവെ പ്രവൃത്തി കാണുവാൻ കർത്താവെ വരുന്ന ദിവസങ്ങളിൽ കർത്താവെ അത്ഭുതത്തിൻ്റെ ഒരു സാക്ഷ്യം കേൾപ്പാൻ കർത്താവെ നീ സഹായിക്കുമാറാണമേ കർത്താവെ. കർത്താവ് യാത്രയിലാകുന്ന കർത്താവ് ഞങ്ങൾ സഹോദരനായ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വെക്കേഷന് കടന്നു പോകുന്ന കർത്താവെ, കർത്താവ് ഒരു മാസക്കാലം കർത്താവ് നാട്ടിലായിരിക്കുമ്പോൾ കർത്താവ് നിൻ്റെ ചിറകിൽ കർത്താവ് സ്ഥാനത്തിൽ കർത്താവ് മറയ്ക്കുമാറാണമേ കർത്താവെ. ഞങ്ങൾ കർത്താവ് ഇന്ന് സർജറി ആയിരിക്കുന്ന മാതാവിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അത്ഭുതകരമായ കർത്താവ് വിടുവിക്കുമാറാണമേ കർത്താവെ. കർത്താവെ ഒരു അത്ഭുതത്തിൻ്റെ ഒരു സാക്ഷ്യം കേൾക്കുവാൻ കർത്താവെ ഞങ്ങളെ ഇടയാക്കുമാറാണമേ കർത്താവെ. കർത്താവെ ഞങ്ങൾ രോഗികളായ കർത്താവെ ഞങ്ങളുടെ കൂട്ടത്തിലായിരിക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പൂർണ്ണ സൗഖ്യം കൊടുക്കുമാറാണമേ കർത്താവെ. കർത്താവ് ശമൂൽ ബർനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കർത്താവെ കൊടുത്ത വിതലനായ സ്തോത്രം കർത്താവെ. കർത്താവ് ഒരു ദിവസങ്ങൾ കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് കർത്താവ് ദൈവത്തെ കർത്താവ് സന്തോഷിപ്പാൻ കർത്താവ് തിരുസന്നിധി വരുവാൻ കർത്താവെ സഹായിക്കുമാറാണമേ കർത്താവെ. പൊന്നച്ചമ്പ്രനായ സ്തോത്രം ചെയ്യുന്ന കർത്താവെ അനുഗ്രഹിക്കുമാറാണമേ കർത്താവെ. കർത്താവ് ശാരൻ കർത്താവ് പൈതലിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾപ്പാൻ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് മറുപടി തരുന്ന കർത്താവ്, ജീവിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. പൈതലിന് കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ കർത്താവ് മടക്കി കൂട്ടി വരുത്തുമാറാണമേ കർത്താവ്. അങ്ങനെ കർത്താവ് ഞങ്ങൾ കർത്താവ് കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ച ഞങ്ങളുടെ ജിൻസുനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, അത്ഭുതകരമായ സൗഖ്യം കൊടുത്തതിനായി സ്തോത്രം കർത്താവ്. അങ്ങനെ കർത്താവ് ഞങ്ങൾ കർത്താവ് കൺവെൻഷനായി കടന്നു വരുന്ന ദാസനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, യാത്രയിൽ കർത്താവ് തിരുസാന്നിധ്യം കൂടി ഇരിക്കുമാറാണമേ കർത്താവ്. കർത്താവ് അങ്ങനെ കർത്താവ് ഞങ്ങളുടെ കർത്താവ് കൺവെൻഷൻ കർത്താവ് അനുഗ്രഹമായി കർത്താവ് നടക്കുവാൻ സഹായിക്കുമാറാണമേ കർത്താവ്. അല്പസമയം കർത്താവ് നിൻ്റെ സന്നിധിയിൽ എത്തുമാറാണ് കർത്താവ്, സന്നിധി മുഖത്തോടെ ഇരുത്തുമാറാണ് കർത്താവ്. ഞങ്ങളുടെ ദൈവദാസനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, അങ്ങനെ കൂടെ കേൾക്കുന്ന വചനം കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ ഏത് കർത്താവ് നൂർമേനിയായി വിളയുവാൻ സഹായിക്കുമാറാണ് കർത്താവ്. പ്രാർത്ഥനയായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനോട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ധന്യമുള്ള തിരുനാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരുമിച്ച് കടന്നു വന്ന് വീണ്ടും ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ ദൈവം ഒരിക്കൽ നല്ല സാവകാശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധാനത്തിൽ വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള ചില നിമിഷങ്ങൾ തിരുവചനത്തിന് മുമ്പാകെ നമുക്കായിരിക്കാമല്ലോ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും നമ്മുടെ മേൽ വരുവാൻ തക്കവണ്ണം സ്തോത്രം. ദൈവസന്നിധാനത്തിൽ വിശ്വസ്തയോടെ ജീവിപ്പാൻ, പരമാർത്ഥയോടെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ഏവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്നുള്ളത്. ദൈവിക അനുഗ്രഹം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് ലഭിക്കുന്നതല്ല ദൈവിക അനുഗ്രഹങ്ങൾ. സ്തോത്രം. ആ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ചില വ്യവസ്ഥകൾ നമ്മൾ പാലിക്കണം. നമ്മളുടെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നമ്മൾ നിറവേറ്റുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. സ്തോത്രം. കൽപ്പന ലംഘനം പാപത്തിന് കാരണമായി തീരുമ്പോൾ കൽപ്പന അനുസരിക്കുന്നത് അനുഗ്രഹത്തിന് കാരണമായി തീരും. ആര് ദൈവത്തിൻ്റെ കൽപ്പനകളോട് ദൈവത്തിൻ്റെ വചനത്തോട് മറുതലിക്കുന്നുവോ അവർ ദൈവത്താൽ ശപിക്കപ്പെടും, അല്ലെങ്കിൽ ശാപം അവരുടെ മേൽ കടന്നു വരും. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ ആര് പ്രമാണിക്കാൻ തയ്യാറാകുന്നുവോ, ആരതിന് വിധേയപ്പെടുന്നുവോ അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയാണ്.
അതാണ് ദൈവത്തിൻ്റെ വചനത്തിലെ വ്യവസ്ഥ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഈ അനുഗ്രഹം പ്രാപിക്കുന്ന കുറുക്കു വഴികളൊന്നുമില്ല. ഇന്ന് ഇൻസ്റ്റൻ്റായിട്ടെല്ലാം നമുക്ക് കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇൻസ്റ്റൻ്റായിട്ടുള്ളത്, എത്രയും വേഗത്തിൽ കാര്യങ്ങൾ നടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് അനുഗ്രഹത്തിന് കുറുക്കു വഴികളൊന്നുമില്ല. സ്തോത്രം. അനുഗ്രഹം പ്രാപിപ്പാൻ ഉള്ള ഒറ്റ കുറുക്കു വഴി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക എന്നുള്ളത്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക എന്നുള്ള മാത്രമാണ് അനുഗ്രഹം പ്രാപിപ്പുള്ള വഴി. ആരതിന് തയ്യാറാകുമോ അതൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം അതാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ ആര് തയ്യാറായിട്ടുണ്ടോ അവർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ മുൻപിൽ തെളിവായി, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടത് തെളിവായി നമ്മുടെ മുൻപിലുണ്ട്. സ്തോത്രം. ഒരു വാക്യത്തിൽ വാക്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം ഒന്ന് വായിക്കാം. അനുഗ്രഹം പ്രാപിപ്പാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. അടുത്തത് ആ ആ ആ നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. അപ്പോൾ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ. അപ്പോൾ യഹോവയെ തന്നെ സേവിക്കാൻ പറഞ്ഞപ്പോൾ ദൈവത്തെ അല്ലാതെ സേവിക്കുന്ന ഒത്തിരി സേവകൾ അവിടെ ഉള്ളതായിട്ട് കാണാം, അല്ലേ? ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ അവർ ദൈവത്തെ വിട്ടുപോയി ഒത്തിരി സന്ദർഭങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. എപ്പോഴെല്ലാം അവർ ദൈവത്തെ വിട്ടുപോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ സന്ദർശനം അവരുടെ മേൽ വന്നിട്ടുണ്ട്. സ്തോത്രം. ദൈവം അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഏതെങ്കിലും ബാധകളാലോ അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങളാലോ അവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. ദൈവത്തെ വിട്ടകന്നു പോയ കാലഘട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചതിനെല്ലാം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. സ്തോത്രം. ദൈവം പറയുകയാണ്, നിങ്ങൾ യഹോവയെ മാത്രം സേവിക്കണം. യഹോവയായ ദൈവം കൽപ്പന കൊടുക്കുമ്പോഴേ അവരോട് പറയുന്നത്, ഒന്നാമത്തെ കൽപ്പന, ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. യാതൊരു വിഗ്രഹത്തെയും ഉണ്ടാക്കിയോ അവയെ നമസ്കരിക്കുകയോ ചെയ്യരുത്. ആകാശത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ സമുദ്രത്തിലുള്ളതോ യാതൊന്നിൻ്റെയും പ്രതിമ അരുത് എന്ന് വളരെ കർശനമായിട്ട് അവിടെ കൽപ്പന കൊടുക്കുക. അപ്പോൾ കർശനമായി കൽപ്പന കൊടുത്തിരിക്കുമ്പോൾ തന്നെ അത് ലംഘിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായി. അപ്പൊ കൽപ്പന ലംഘിക്കുക എന്നുള്ളത് അത് ശാപത്തിന് കാരണമായി തീരുക. കൽപ്പന അനുസരിക്കുന്ന അനുഗ്രഹത്തിന് കാരണമായി തീരുക. സ്തോത്രം. ഈ ദൈവത്തോട് മത്സരിച്ച, ദൈവത്തിന്റെ കൽപ്പനകളോട് മറുതലിച്ച ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഈ ദൈവത്തെ തന്നെ വേണം സേവിപ്പാൻ. അപ്പോൾ ഒത്തിരി വിഗ്രഹങ്ങളെ അവർ സേവിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാമല്ലോ. മോശ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നുപോയപ്പോൾ ദൈവം വിളിച്ച് അവൻ ദൈവത്തിന്റെ പർവ്വതത്തിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നുപോയി. മോശ വരാൻ താമസിച്ചപ്പോഴേക്കും ഇസ്രായേൽ ജനത്തിനൊരു ആശങ്ക, മോശയ്ക്ക് എന്ത് സംഭവിച്ചു? ഞങ്ങളുടെ നടത്തിപ്പുകാരൻ ഇപ്പോൾ ഇല്ല, ഇനിയിപ്പോൾ ഞങ്ങളെ നടത്താൻ ഒരാൾ വേണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഞങ്ങൾക്ക് വേണം. അതിന് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന് അഹരോന്റെ അടുക്കൽ ചെന്ന് ജനം പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി അഹരോൻ അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. സ്തോത്രം. അവർ ദൈവത്തെ വിട്ട് പരസംഗം ചെയ്തു. ദൈവത്തിൻ്റെ കൽപ്പന എന്താ ഉള്ളത്? ദൈവത്തെ അല്ലാതെ മറ്റാരെയും സേവിക്കണം. അവനെന്ത് സംഭവിച്ചു എന്നറിയുന്നില്ല. ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഒരു ദൈവം വേണം. അപ്പോൾ അവർക്കൊരു ചിന്ത ഉണ്ടായി, ഞങ്ങളുടെ മുമ്പിൽ ആരും നടക്കണം? ഒരു ദൈവം നടക്കണം. അപ്പോൾ എൻ്റെ ചിന്ത ഇങ്ങനെ വന്നു പോയത്, അതുവരെ അവരെ നടത്തിയ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നടന്ന മോശ അവരാരായിട്ട് കണ്ടത്? ദൈവമായിട്ട് കണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഒരു ദൈവം. മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. അവനെ ഞങ്ങളുടെ മുമ്പിൽ അവൻ എന്ത് ഭവിച്ചത് ഞങ്ങൾ അറിയില്ല. അവൻ ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഞങ്ങൾക്കൊരു ദൈവം വേണം. ഞാൻ പറഞ്ഞു വന്നത്,
അവർ ദൈവത്തെ വിട്ട് അകന്നുപോയി. അവിടെ എല്ലാം ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേൽ വന്നു. സ്തോത്രം. ദൈവം അതിനെ അംഗീകരിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർപ്പിച്ചു, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി, ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി എന്തിനെയൊക്കെ നമ്മൾ താലോലിച്ചു കൊണ്ട് നടക്കുന്നു, അതെല്ലാം വിഗ്രഹാരാധനയാ. അതെല്ലാം വിഗ്രഹാരാധനയുടെ കൂട്ടത്തിൽ പെട്ടതാ. സ്തോത്രം. വിഗ്രഹാരാധന ദൈവം അംഗീകരിക്കുന്നില്ല. ഞാൻ മടങ്ങി വരട്ടെ. അപ്പോൾ യഹോവയായ ദൈവത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സേവിക്കണം. എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. നിന്റെ അപ്പം നിനക്ക് അനുഗ്രഹിച്ച് നൽകും, വെള്ളം നിനക്ക് അനുഗ്രഹിച്ച് നൽകും. സ്തോത്രം. അപ്പോൾ ദൈവത്തെ സേവിക്കുന്നവർക്കുള്ളതാണ് അനുഗ്രഹങ്ങൾ എന്നാണ് ദൈവത്തിന് വചനം. ഞാൻ രോഗങ്ങളെ നിങ്ങളുടെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഇനി മറ്റുള്ള പ്രതിസന്ധികൾ ഗൾഫ് അലസുന്നവളും മച്ചി നിന്റെ ദേശത്ത് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ദേശത്തിന് പോലും എന്തുണ്ടാകും? സൗഖ്യം ഉണ്ടാകുന്നു. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് എങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ഞാൻ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് ഞാൻ അവർക്ക് സൗഖ്യം വരുത്തി കൊടുക്കും. അപ്പോൾ ദേശത്ത് സൗഖ്യമുണ്ടാകാതിരിക്കുന്നെങ്കിൽ ദൈവത്തെ തള്ളിക്കളഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ എൻ്റെ മുഖം അന്വേഷിച്ചാൽ ഞാൻ നിങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരുത്തി തരും. നിങ്ങളുടെ ആത്മാക്കൾക്ക് രക്ഷയുണ്ടാകും, നിങ്ങളുടെ രോഗത്തിന് ശമനം ഉണ്ടാകും, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ദൈവത്തെ മാത്രം ആരാധിക്കണം. സ്തോത്രം. ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെ നാം ആരാധിക്കരുത്, ദൈവത്തിനെ മാത്രം നാം ആരാധിക്കണം. സ്തോത്രം. അപ്പം മാത്രമല്ല നിന്റെ ആയുഷ്കാലം ഞാൻ എന്ത് ചെയ്യും? പൂർത്തിയാക്കും. ദൈവത്തെ സേവിക്കുന്നവൻ്റെ ആയുഷ്കാലം എന്ത് ചെയ്യും? പൂർത്തിയാക്കും. അപ്പോൾ ചില ചോദ്യം വന്നേക്കാം, അങ്ങനെയാണെങ്കിൽ ചില ഈ നേരത്തെ പോകുന്നവർ, പ്രായമാകുന്നതിന് മുമ്പൊക്കെ പോകുന്നവരുണ്ടല്ലോ, അപ്പോൾ പൂർത്തിയായോ? അവരുടെ ആയുസ് അത്രയേ ഉള്ളൂ, പൂർത്തിയായി. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ആയുസ് അത്രയേ ഉള്ളൂ. അവരുടെ ആയുസ് പൂർത്തിയായി, ക്ഷേമത്തോടെ അവരുടെ ആയുസ് പൂർത്തിയായി. അവരുടെ സ്തോത്രം. ഞാൻ പോകട്ടെ. അപ്പോൾ തന്നെ മറ്റു ഭാഗത്ത് പറഞ്ഞത്, നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കറ്റക്കൂമ്പാരമായി അടുക്കി വയ്ക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ. അത് ഓരോരുത്തരുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്. അത് പോകട്ടെ, ഞാൻ അവിടെ വിടുക. അപ്പോൾ ദൈവത്തിന് യഹോവയായ ദൈവത്തെ തന്നെ സേവിപ്പീൻ. അങ്ങനെ ചെയ്താൽ നിന്റെ അപ്പം അനുഗ്രഹിക്കപ്പെടും, നിന്റെ വെള്ളവും അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. വിശദീകരിക്കുന്നില്ല. ദൈവത്താൽ അനുഗ്രഹം തിരുവചനത്തിൽ ഒത്തിരി ഭാഗം 81 സംഗീതം വായിക്കുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങളവിടെ പറഞ്ഞിട്ടുണ്ട്. നീ അനുഗ്രഹിക്കപ്പെടണമോ, നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടണമോ, നിന്റെ അല്ലെങ്കിൽ കൃഷിഫലങ്ങൾ അനുഗ്രഹിക്കപ്പെടണമോ, നീ ദൈവത്തെ മാത്രം ആരാധിക്കണം. നിന്റെ അപ്പം അനുഗ്രഹിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ നിന്റെ കൃഷി അനുഗ്രഹിക്കപ്പെടണമോ, നിന്റെ വിത അനുഗ്രഹിക്കപ്പെടണമോ, നിന്റെ അധ്വാനം അനുഗ്രഹിക്കപ്പെടണമോ, ഹല്ലേലൂയ, നീ ചെയ്യുന്ന പ്രവർത്തികൾ സാധ്യമായി തീരണമോ, നീ യഹോവയായ ദൈവത്തെ മാത്രം സേവിക്കണം. നമ്മൾ ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും ഫലമില്ലാതെ പോവുകയാണ്. നമ്മൾ മൂക്കുന്ന മുമ്പ് കൊഴിഞ്ഞു പോവുക. പ്രവചന പുസ്തകത്തിലെല്ലാം വായിക്കുന്നല്ലോ, സ്തോത്രം, ഓട്ടസഞ്ചിയിൽ ഇടേണ്ടതിന് കൂലിക്കാരൻ തൻ്റെ കൂലി വാങ്ങുന്നു. അപ്പോൾ കൂലി വാങ്ങുന്നതല്ല എവിടോട്ടാണ് ഇടുന്നേ? വല്ലതും ഉണ്ടോ? അധ്വാനിച്ചിട്ട് വല്ലതും ഉണ്ടോ കയ്യിൽ? എല്ലാം നഷ്ടപ്പെട്ടു പോകല്ലേ. വിവിധ നിലകളിൽ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഫലമില്ലാതെ പോയിക്കൊണ്ടിരിക്കുക. കയ്യിൽ നിന്ന് കുറഞ്ഞു പോകുന്നതല്ല, അതിൻ്റെ ഫലമില്ലാതെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക, അറിയാതെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുക. ചില എങ്ങനെ പോയെന്ന് അറിയത്തില്ല അല്ലേ? ചിലപ്പോഴൊക്കെ നമ്മൾ പറയുമല്ലോ, എൻ്റെ കാശുണ്ട്, പക്ഷേ എങ്ങനെയൊക്കെ പോയെന്ന്, എങ്ങനെയൊക്കെ ആയിത്തീർന്ന് എനിക്കത്തില്ല. ഫലമില്ലാതെ പോകുന്നു. സ്തോത്രം. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സേവിച്ചാൽ, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ആരാധിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ കൽപ്പന അതാ. അങ്ങനെ ദൈവത്തെ സേവിച്ചാൽ നിന്റെ അധ്വാനം അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. നിന്റെ കൃഷികൾ അനുഗ്രഹിക്കപ്പെടും. തിരുവചനം വായിക്കുന്നല്ലോ, നീ മാവ് കുഴയ്ക്കുന്ന കൊട്ട തൊട്ടി അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. അല്ലെങ്കിൽ നിന്റെ കൃഷിഫലം അനുഗ്രഹിക്കപ്പെടും. അല്ലെങ്കിൽ കന്നുകാലികളുടെ പിറപ്പുകൾ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. നഷ്ടപ്പെട്ടു പോകത്തില്ല. അല്ലെങ്കിൽ ഫലം പുറപ്പെടുക, അല്ലെങ്കിൽ അത് മൂക്കുന്നതിന് മുമ്പേ കൊഴിഞ്ഞു പോകത്തില്ല. നിന്റെ അധ്വാനം നഷ്ടപ്പെട്ടു പോകുകയില്ല. നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ ദൈവമായ യഹോവയെ മാത്രം സേവിക്കണം.
മറ്റൊന്നിലേക്കും നമ്മുടെ ആരാധന തിരിഞ്ഞു പോകരുത്. സ്തോത്രം. ആരാധന തിരിഞ്ഞു പോകരുത്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ വാക്യങ്ങൾ, 24-ന്റെ 35 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ വായിക്കുന്നു, ദൈവഭക്തി മൂലം അനുഗ്രഹിക്കപ്പെടും. ദൈവഭക്തി മൂലം അനുഗ്രഹിക്കപ്പെടും. ഒന്ന് വായിച്ചു വേഗത്തിൽ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ആ ആ ആ പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ആ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ആ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശ്രദ്ധിക്കണേ. ദൈവത്തിലുള്ള ഭക്തി നിമിത്തം അവൻ അനുഗ്രഹിക്കപ്പെട്ടു. അബ്രഹാം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു? ദൈവത്തിലുള്ള ഭക്തി നിമിത്തമാണ്. തിരുവചനം പഠിക്കുമ്പോൾ മുൻപോട്ടുള്ള അവരുടെ ഗമനത്തിൽ അബ്രഹാം എവിടെ ചെന്നോ അവിടെ എല്ലാം യാഗപീഠം പണിതിട്ടുണ്ട്. അവിടെ എല്ലാം ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ഭക്തി അവൻ വിട്ടുകളഞ്ഞിട്ടില്ല. ദൈവത്തിലുള്ള ഭക്തി വിട്ടുകളഞ്ഞില്ല. സ്തോത്രം. ദൈവത്തിലുള്ള ഭക്തി അവൻ മുറുകെ പിടിച്ചു. പൂർവ്വപിതാക്കന്മാർ ദൈവവചനത്തിൽ ഒത്തിരി ഭക്തന്മാരുടെ അനുഭവങ്ങൾ നമുക്കറിയാം. സ്തോത്രം. ദൈവത്തിലുള്ള ഭക്തി മുറുകെ പിടിച്ചു. എപ്പോഴും പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും നഷ്ടങ്ങളുടെ നടുവിലും കഷ്ടങ്ങളുടെ നടുവിലും അവർ ദൈവഭക്തി വിട്ടുകളഞ്ഞില്ല. അവർ ദൈവഭക്തി മുറുകെ പിടിച്ചു. കഷ്ടങ്ങളെ അവർ വലുതായി കണ്ടില്ല. നഷ്ടങ്ങളെ അവർ വലുതായി കണ്ടില്ല. ദൈവത്തിലുള്ള ഭക്തി അവർ മുറുകെ പിടിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? അവർ അനുഗ്രഹിക്കപ്പെട്ടു. യോബിന്റെ ജീവിത അനുഭവം തന്നെ നമ്മൾക്ക് തെളിവല്ലേ? മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. ദാസിദാസന്മാർ, മൃഗങ്ങൾ, ആടുകൾ, ഒട്ടകങ്ങൾ, കഴുതകൾ, സ്തോത്രം, കഴുതകൾ, അല്ലെങ്കിൽ ആടുകൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ദാസിദാസന്മാർ നഷ്ടപ്പെട്ടു. സമ്പത്ത് മുഴുവൻ കൊള്ളയിട്ടുകൊണ്ട് പോയി. അവസാനം മക്കൾ പോലും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. സ്തോത്രം. ഭക്തി ഇല്ലാഞ്ഞിട്ടാണോ? ഭക്തി ഇല്ലാഞ്ഞിട്ടല്ല. അവർ സ്തോത്രം എന്ത് ചെയ്തു? യോബ് എന്ത് ചെയ്തറിയാമോ? പ്രതിസന്ധിയുടെ നടുവിലും കഷ്ടതയുടെ നടുവിലും നഷ്ടങ്ങളുടെ നടുവിലും കഷ്ടങ്ങളുടെ നടുവിലും അവൻ ദൈവത്തെ മുറുകെ പിടിച്ചു. സ്തോത്രം. അവൻ ദൈവത്തെ മുറുകെ പിടിച്ചതിന്റെ ഫലം എന്തെന്നറിയാമോ? അവൻ എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതെല്ലാം ദൈവം ഇരട്ടിയായി നൽകി. സ്തോത്രം. ഒന്നും സ്തോത്രം നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതല്ല, ഇരട്ടി നൽകി, ലാഭമാക്കി തീർത്തു. അല്ല, പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടായപ്പോഴും ദൈവത്തെ വിട്ടുകളഞ്ഞില്ല. ഇവയൊന്നിനാലും ഈ യോബ് ആദരം കൊണ്ട് ദൈവത്തോട് പാപം ചെയ്തില്ലെന്നാ. ദൈവത്തെ വിട്ടുപോയില്ല, അകന്നുപോയില്ല. നമുക്കെല്ലാം അനുഗ്രഹം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നവരാ. ദൈവത്തോട് ചോദിക്കുന്നവർ, എന്നെ അനുഗ്രഹിക്കണം 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 എന്ന് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാ. അനുഗ്രഹം വേണോ? സ്തോത്രം. ദൈവത്തിലുള്ള ഭക്തി മുറുകെ പിടിച്ചോണം. ആരൊക്കെ തള്ളി പറഞ്ഞു വന്നാലും, ആരൊക്കെ അകറ്റി നിർത്തിയെന്ന് പറഞ്ഞാലും, കൊള്ളരുതാത്തവളെന്ന് പറഞ്ഞാലും, കൊള്ളരുതാത്തവനെന്ന് പറഞ്ഞാലും, ലോകത്തിന്റെ സർട്ടിഫിക്കറ്റ് അല്ല, അല്ല, ദൈവം നമുക്കൊരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. സ്തോത്രം. ദൈവത്തിലുള്ള ഭക്തി മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ. ദൈവത്തിലുള്ള ഭക്തി മുറുകെ പിടിച്ചാൽ അവൻ നിന്റെ അപ്പത്തെ അനുഗ്രഹിക്കും, അവൻ നിന്റെ വെള്ളത്തെ അനുഗ്രഹിക്കും, അവൻ നിന്റെ നഷ്ടങ്ങൾ അവൻ ലാഭമാക്കി തീർക്കും, നിന്റെ കഷ്ടങ്ങൾ അവൻ നിന്നെ ഉദ്ധരിക്കും, അത് നഷ്ടപ്പെട്ടു പോയതെല്ലാം മടക്കി നൽകും. സ്തോത്രം. യഹോവ ഭക്തി ഉണ്ടോ, നീ അനുഗ്രഹിക്കപ്പെടും. ദൈവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുമെന്ന സകൽ വായിക്കുന്ന, ദൈവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വാക്യങ്ങൾ എടുക്കുന്നില്ല. അനുഗ്രഹിക്കപ്പെടണമോ? ദൈവഭക്തി ഉണ്ടാകണം. ഈ കളിപ്പീര് ഭക്തിയല്ല, പുറമെ കാണിക്കുന്ന നാട്യമല്ല, അകമേ ഉള്ള ഭക്തി. ആ അകമേ ഭക്തി ഉണ്ടാകും, ആ ഭക്തി പുറമേ ഉണ്ടാകും. പക്ഷെ നാടക ഭക്തിയല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഭക്തിയുടെ വേഷം ധരിക്കുന്നതല്ല. സ്തോത്രം. ആകമേ ഉള്ള ഭക്തി. ഹൃദയം നിറഞ്ഞു കവിയുന്നത് പുറത്ത് വരും. അത് വരുമ്പോൾ പുറമേയും ഭക്തി ഉണ്ടാകും, പുറമേയും വിശുദ്ധി ഉണ്ടാകും, പുറമേയും വേർപാടുണ്ടാകും. സ്തോത്രം. അകത്ത് മാത്രമല്ല, പുറത്തും അത് കാണും. നീ അകത്ത് അശുദ്ധിയുള്ളവനാ, പുറത്തും അത് കാണും. അത് പ്രകടിപ്പിക്കപ്പെടേണ്ട സമയം, പ്രകടമാകേണ്ട സമയത്ത് അത് പ്രകടമാകും. ഏറെ കാലത്ത് ആരെയും കളിപ്പിക്കാൻ കഴിയില്ല.
ദൈവത്തെ കളിപ്പിക്കാൻ കഴിയില്ല. നീ ദൈവത്തെ കബളിപ്പിക്കത്തക്കവണ്ണം വേഷം കെട്ടി, ഭക്തിയുടെ വേഷം കെട്ടി ദൈവത്തെ കബളിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. സ്തോത്രം. ദൈവത്തെ ഭക്തിയോടെ സേവിക്കണം. പക്ഷെ അപ്പോൾ ഭക്തിയോടെ സേവിക്കുമ്പോഴും പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ ആ ഭക്തി മുറുകെ പിടിക്കാതെ നിന്നാൽ, സ്തോത്രം, പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം ഉദ്ധാരണം നടത്തുവാനിടയാകും. നിങ്ങൾക്ക് ഭൂമിയിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ച ദൈവമാകും. അപ്പോൾ ദൈവത്തിലുള്ള ഭക്തി എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചോളാം, വിട്ടുകളയരുത്. ദൈവത്തിലുള്ള ഭക്തി മുറുകെ പിടിച്ചോളാം. അബ്രഹാം ദൈവത്തിലുള്ള ഭക്തി മുറുകെ പിടിച്ചതുകൊണ്ട് പ്രതിസന്ധിയുടെ നടുവിലും അവൻ അനുഗ്രഹിക്കപ്പെടുകയാണ്. എവിടെയൊക്കെ കടന്നു അവിടെ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. സ്തോത്രം. എവിടെല്ലാം കടന്നു പോകുന്നു അവിടെ എല്ലാം അനുഗ്രഹം ഉണ്ടാകണോ? ദൈവത്തിലുള്ള ഭക്തി ഉണ്ടാകണം. സ്തോത്രം. സമയങ്ങൾ മുമ്പോട്ട് പോകുന്നുള്ളൂ, ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഈ 2 ശമൂവേലിന്റെ പുസ്തകം വായിക്കട്ടെ, ഞാനൊക്കെ പറഞ്ഞു വിടാം. 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 11-ാം അധ്യായം വാക്യവും 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ ഉള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് പെട്ടകം മൂലം അനുഗ്രഹിക്കപ്പെട്ടു എന്ന്. പെട്ടകം മൂലം അനുഗ്രഹിക്കപ്പെട്ടു. സ്തോത്രം. ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ അല്ലെങ്കിൽ അവരുടെ യുദ്ധം നേരിട്ടപ്പോൾ ഫെലിസ്ത്യർ എന്ത് ചെയ്തു? പെട്ടകം പിടിച്ചുകൊണ്ട് പോയിട്ട് എവിടെ കൊണ്ടുവച്ചു? ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. അവർക്കറിയാം പെട്ടകം എവിടെ ഇരിക്കേണ്ടത്, ആലയത്തിലാണ് ഇരിക്കേണ്ടത്. പക്ഷേ ഏത് ആലയത്തിലാണെന്നുള്ളത് മാറിപ്പോയി. അപ്പം ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, അവർ വിചാരിച്ച് ദാഗോന് ഒരു കൂട്ടിരിക്കട്ടെന്ന് വിചാരിച്ചു. ദാഗോന് ഒരു കൂട്ടായിട്ട് ഒരാൾ ഇരിക്കട്ടെന്ന് വിചാരിച്ച് പെട്ടകം പിടിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടുവച്ചു. സ്തോത്രം. പെട്ടകം ഇരിക്കേണ്ടിടത്ത് ഇരുന്നാലേ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. അവിടെ ഇരുന്നുകൊണ്ട് എന്താ സംഭവിച്ചേ? പിറ്റേന്ന് രാവിലെ അവർ ചെന്ന് നോക്കുമ്പോൾ അവരുടെ ദേവൻ പെടലി ഒടിഞ്ഞ് താഴെ കിടക്കുന്നു. സ്തോത്രം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, അശുദ്ധമുള്ളിടത്ത് ദൈവത്തിൻ്റെ പെട്ടകം ഇരുന്നാൽ അനുഗ്രഹിക്കപ്പെടേണ്ട സ്ഥാനത്ത് നാശം ഭവിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ പെട്ടകം എരിപ്പാൻ ചില വ്യവസ്ഥകളുണ്ട്. ശുദ്ധി ഉള്ളിടത്ത് വേണം, ഒരുക്കപ്പെട്ടിടത്ത് വേണം പെട്ടകം വെക്കാൻ. അവിടുന്ന് പെട്ടകം ഇത് മനസ്സിലാക്കി അവർ ആകുന്ന പരിപാടികളെല്ലാം നോക്കിയിട്ടും സ്തോത്രം, ദാഗോനെ ചൊവ്വേ നേരെ അവിടെ നിർത്തുവാൻ കഴിയാഞ്ഞതുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ കരമാണ്. ദൈവത്തിൻ്റെ കരമാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? അവർ ആ പെട്ടകത്തെ ഇസ്രായേലിലേക്ക് അയച്ചു. ഇസ്രായേലിലേക്ക് അയച്ച ആ പെട്ടകം അവർ സ്തോത്രം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ആ പെട്ടകം അർണോന്റെ കളത്തിൽ വന്നു, അവിടെ പിടിച്ചു വെച്ചു, പാറപ്പുറത്ത് പിടിച്ചു വെച്ചു. അതിലേക്ക് നോക്കിയവരൊക്കെ 50,000-ത്തിലധികം പേർ അവിടെ വീണുപോയി. പെട്ടകം ഇരിക്കേണ്ടിടത്ത് ഇരുന്നില്ല. സ്തോത്രം. അതിനെ പരിപാലിക്കേണ്ടവണ്ണം പരിപാലിച്ചില്ല. എങ്ങനെങ്കിലും പെട്ടകത്തെ കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് അനുഗ്രഹത്തിന് പകരം ശാപമായി തീരും. സ്തോത്രം. നീ അനുഗ്രഹിക്കപ്പെടണമോ? പെട്ടകത്തെ നീ കൈകാര്യം ചെയ്യേണ്ട പോലെ കൈകാര്യം ചെയ്യണം. ദൈവത്തെ ശുശ്രൂഷിക്കേണ്ടവണ്ണം ശുശ്രൂഷിച്ചോളണം. ദൈവത്തെ ആരാധിക്കേണ്ടവണ്ണം ആരാധിച്ചു കൊള്ളണം. അവിടുന്ന് പെട്ടകം എവിടേക്ക് പോയെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. അഭിനാദാവിൻ്റെ വീട്ടിലേക്ക് പോയി. സ്തോത്രം. അവിടെ നിന്നും അത് വീണ്ടും പെട്ടകം കൊണ്ടുപോയി. നമുക്ക് 7-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കതെല്ലാം അവിടെ കാണുവാൻ കഴിയുന്നു. എവിടെല്ലാം അശുദ്ധിയോടെ പെട്ടകത്തെ കൈകാര്യം ചെയ്തോ അവിടെല്ലാം ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടായി. സ്തോത്രം. 7-ാം അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ കിര്യത്ത് യരാമയിലായിട്ട് ഏറിയ കാലം 20 വർഷം ഒരു വീട്ടിൽ കൊണ്ടുവച്ചു. അഭിനാദാവിൻ്റെ വീട്ടിൽ അവിടെ വെച്ചു. എലയാസർ അതിനെ ശുശ്രൂഷ ചെയ്തു. പിന്നെ താഴോട്ട് വായിച്ചു വരുമ്പോൾ 3 മാസം അവരെടുത്തിരുന്നു. അവിടുന്ന് പിന്നെയും എടുത്തുകൊണ്ടുപോയി ദാവീദും കോട്ടയിലും എടുത്തുകൊണ്ടുപോയി സിയോൻ കോട്ടയിലേക്ക് അല്ലെങ്കിൽ യെരൂശലേമിലേക്ക് കൊണ്ടുപോകാൻ നോക്കി. അവിടെ കൊണ്ടുപോയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. എങ്ങനെയാ? സ്തോത്രം. കാളവണ്ടിയിൽ കെട്ടിക്കൊണ്ടുപോയി. പക്ഷെ പെട്ടകം എങ്ങനെ കൊണ്ടുപോകണ്ടേ? ശുദ്ധീകരിക്കപ്പെട്ട പുരോഹിതന്മാർ ചുമലിൽ ചുമന്നു കൊണ്ടുപോകണം. പെട്ടകം ചുമലിൽ ചുമന്നു കൊണ്ടാണ് പോകേണ്ടത്, കാളവണ്ടി കയറ്റിക്കൊണ്ടല്ല പോകേണ്ടത്. എവിടെല്ലാം നിയമവിരുദ്ധമായി ചെയ്തോ, പ്രമാണത്തിന് വിരുദ്ധമായി ചെയ്തോ അവിടെ എല്ലാം നാശമുണ്ടായി അല്ലേ? അവിടെ എല്ലാം നാശമുണ്ടായി. പെട്ടകത്തെ നോക്കിയവർ, ശുദ്ധിയില്ലാതെ പെട്ടകത്തെ നോക്കിയവർ മരിച്ചു വീണു. വലിയൊരു ന്യായവിധി അവിടെ ഉണ്ടായി. വർഷങ്ങൾ ഒരു വീട്ടിൽ ഇരുന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. വർഷങ്ങൾ എത്ര ആയെന്നുള്ളതല്ല കാര്യം, നീ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാ. എങ്ങനെ പെട്ടകത്തെ കൈകാര്യം ചെയ്തു എന്നുള്ളതാ അനുഗ്രഹത്തിൻ്റെ
അല്ലെങ്കിൽ കാരണമായിരിക്കുന്നത്. സ്തോത്രം. അവിടുന്ന് കൊണ്ടുപോയി പെട്ടകം കൊണ്ടുപോകുന്ന വഴിയിൽ ഉസ്സ വീണ് മരിച്ചു. ദൈവത്തെ ഭയപ്പെട്ടു പോയെന്നാ. കാരണം എന്താ? പ്രമാണം ലംഘിച്ചുകൊണ്ട് പെട്ടകത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് അത് ഗുണത്തിന് പകരം ദോഷമായി തീർന്നു. ദാവീദ് ഭയപ്പെട്ടു പോയി എന്നാ. ഇങ്ങോട്ട് പോകട്ടെ. അപ്പോൾ അനുഗ്രഹം പ്രാപിക്കണമോ? സ്തോത്രം. ഭക്തിയോടെ ജീവിക്കണം. തിരുവചനം അതാ പറയുന്നത്. അങ്ങനെ ഭക്തിയോടെ ദൈവത്തിന്റെ പെട്ടകത്തെ കൈകാര്യം ചെയ്തവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. അടുത്തത്, നീ അനുഗ്രഹിക്കപ്പെടണമോ? ദൈവകൃപ വേണം. സ്തോത്രം. വായിക്കട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു 3-ാം അധ്യായത്തിൽ ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. എൻ്റെ പിതാക്കന്മാർ ഭക്തിയോടെ ജീവിച്ചു. സ്തോത്രം. അവർ ദൈവകൃപ അനുഭവിച്ചു. ആ ദൈവകൃപ നിമിത്തം, പിതാക്കന്മാരോട് ദൈവം കാണിച്ച കൃപ നിമിത്തം ഈ സ്ഥാനത്തേക്ക് ഞാനും കടന്നു വരുവാൻ കാരണമായി. ശലോമോൻ പറയുക, എൻ്റെ പിതാവായ ദാവീദിനോട് ദൈവം കാണിച്ച കൃപ നിമിത്തം ഈ സിംഹാസനത്തിൽ ഇരുപ്പാൻ അവരൊരു ആൺപ്രജയെ ദൈവം നൽകി. ആ സിംഹാസനത്തിന് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ പിതാക്കന്മാർ ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചതുകൊണ്ട് അവരുടെ മേൽ ദൈവം പകർന്ന കൃപയാൽ, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം കാണിച്ച കരുണയാൽ ഇന്ന് പകൽവേള ഇവിടെ കടന്നു വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മോട് കാണിച്ച കരുണ നിമിത്തമാ. സ്തോത്രം. ശൗലിന്റെ സന്തതി അനുസരിച്ച്, പാരമ്പര്യം അനുസരിച്ച് അവർ വരണം, അല്ലെങ്കിൽ ആ ക്രമം അനുസരിച്ച് അടുത്ത തൻ്റെ മക്കൾ വരണം. പക്ഷെ അവരെല്ലാം അതിന് അയോഗ്യരായി തീർന്നു. എന്താ കാരണം? ദൈവത്തെ സേവിക്കേണ്ടവണ്ണം സേവിക്കാതെ, ദൈവത്തിന്റെ ആലോചന അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ കാര്യങ്ങൾ ചെയ്തു പോയ നിമിത്തം അവന്റെ സിംഹാസന ശൗലിന്റെ മക്കൾ ഇരിക്കേണ്ടിടത്ത് ദൈവം ദാവീദിനെ കൊണ്ടുവന്നിരുത്തി. എന്താ കാരണം? അവൻ ദൈവഭക്തനായ മനുഷ്യനായിരുന്നു. ദൈവം അവനോട് കൃപ കാണിച്ചു. ശലോമോൻ പറയുന്നതാ, എൻ്റെ പിതാക്കന്മാരോട് കാണിച്ച, ദാവീദിനോട് കാണിച്ച കൃപയാൽ അവന്റെ സിംഹാസനത്തിൽ തിരുപ്പാൻ ഒരാൺ സന്തതി അവൻ കൊടുത്തു. എന്ന് പറഞ്ഞാൽ എന്നെ ദൈവത്തിന്റെ കൃപയാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് പകൽവേള മറന്നു പോകരുത്. ദൈവത്തിന്റെ കൃപയാണ് ഈ സ്ഥാനത്ത് വരാൻ കാരണം. ദൈവത്തിന്റെ കരുണയാണ് ഈ സ്ഥാനത്ത് വരാൻ കാരണം. നമ്മുടെ കഴിവോ ശ്രേഷ്ഠതയല്ല, നമ്മുടെ പുണ്യപ്രവർത്തികളല്ല, നമ്മുടെ കുടുംബ മഹിമയല്ല, കുലമഹിമയല്ല. ദൈവം നമ്മോട് കാണിച്ച കരുണ, ദൈവം നമ്മോട് കാണിച്ച ദയയാണ് ഞാനും നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്ന ദൈവത്തിന്റെ കൃപയാ. നാം ഇവിടെ വന്നിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാ. എന്തെങ്കിലും ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമേ. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവമക്കളെ, ദൈവത്തിന്റെ കൃപയാണ് നാം അനുഭവിക്കുന്ന അനുഗ്രഹം. മറന്നു പോകരുത്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ 26-ാം വാക്യം പോലെ വായിക്കണ്ട. പ്രാർത്ഥനയാൽ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. എവിടെ പ്രാർത്ഥനയുണ്ടോ അവിടെ അനുഗ്രഹിക്കപ്പെടും. ആര് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽവേള ദൈവസന്നിധാനത്തിൽ ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ, സ്തോത്രം, വിശുദ്ധിയോടെ വേർപാടോടെ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ച് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമുക്ക് ഈ ദിവസങ്ങൾ മുന്നേറുവേണ്ടയാകട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയാ നാം അവിടെ വന്നിരിക്കുന്നത്. ദൈവം കാണിച്ച കൃപയാണ്, നമ്മുടെ യോഗ്യതയല്ല, നമ്മുടെ കഴിവല്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണയാണ്. ഇന്ന് പകൽവേള നാം ഇവിടെ ആയിരിക്കുന്നത് അത് നാം പ്രാപിച്ച അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ കൃപയാണ്. യഹോവ ഭക്തിയുണ്ടോ? നീ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ദൈവത്തെ സേവിപ്പാൻ തയ്യാറാണോ? ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ അപ്പത്തെയും നിന്റെ വെള്ളത്തെയും ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നീ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഇന്ന് പകൽ വേള ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഒരു നിമിഷം നമ്മെ തന്നെ ശോധന ചെയ്യാം. സ്തോത്രം. ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്ന നിമിത്തം. സ്തോത്രം. ദൈവം നമ്മുടെ മുമ്പിൽ വ്യവസ്ഥ വെച്ചിരിക്കുക. നീ പ്രമാണിച്ചാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന്, ഇല്ലെങ്കിൽ നീ ശപിക്കപ്പെടും. സ്തോത്രം. ദൈവം ആദമിനെ ഹവ്വയും സൃഷ്ടിച്ചേതൻ തോട്ടത്തിലാക്കുമ്പോൾ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. ഈ തോട്ടത്തിൽ നിൽക്കുന്ന സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. സ്തോത്രം. നീ അനുഗ്രഹിക്കപ്പെടണമോ?
വചനം അനുസരിച്ചാൽ മതി. നീ വിടുവിക്കപ്പെടണമോ? വചനം അനുസരിച്ചാൽ മതി. നീ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടും വചനം അനുസരിച്ചില്ലെങ്കിൽ. ദൈവകൃപയിൽ നിന്ന് അകന്നു പോകും, നിത്യത നഷ്ടപ്പെട്ടു പോകും. അതുണ്ടാകാതിരിപ്പാൻ സ്തോത്രം. നമുക്ക് തിരഞ്ഞെടുപ്പാൻ അനുവാദമുണ്ട്. നല്ലത് തിരഞ്ഞെടുത്താൽ അനുഗ്രഹം, അല്ലെങ്കിൽ മോശമായി തിരഞ്ഞെടുത്താൽ ശാപം. ദൈവത്തെ അനുസരിച്ചാൽ നന്മ, ഇല്ലെങ്കിൽ ശാപം. ഇന്ന് പകൽവേള ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. നമുക്ക് ഏത് വേണം? ദൈവത്തെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാണോ? രണ്ടും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. സ്തോത്രം. ദൈവത്തിന് വചനം അനുസരിക്കാം, യഹോവ ഭക്തിയോടെ ജീവിക്കാം, ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ച് നമുക്ക് ജീവിക്കാം. സ്തോത്രം. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് കർത്താവിനെ സേവിച്ച് മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ തലകളെ ഒരു നിമിഷം ദൈവത്തിൽ മടക്കാമല്ലോ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത് നാം അനുഗ്രഹിക്കപ്പെടാനാണ്. സ്തോത്രം. നാം ശപിക്കപ്പെടാനല്ല, പരാജയപ്പെട്ടു പോകാനല്ല. ദൈവം നമ്മെ വിളിച്ചത് നാം അനുഗ്രഹിക്കപ്പെടുവാനാണ്. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നാം കേട്ടു. വചനം നമ്മുടെ മുമ്പിൽ തെളിവായിട്ടുണ്ട്. നാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ വചനം അനുസരിച്ച് ദിവസങ്ങൾ മുന്നേറാം. കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാമല്ലോ. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവകരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഈ മേശ നമുക്ക് അനുഗ്രഹത്തിൻ്റെ മേശയായി തീരേണ്ടത്, അത് വിടുതലിൻ്റെ മേശയായി തീരേണ്ടത്. ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവിൻ്റെ മേശയിൽ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായി മുൻപോട്ട് കടന്നു വന്നാട്ടെ. പാട്ട് പാടുന്ന സഹോദരന്മാർ ദയവായി മുൻപോട്ട് കടന്നു വന്നു പാട്ട് ചില ചരണങ്ങൾ പാടാം. നമുക്ക് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ മേശ നമുക്ക് അനുഗ്രഹം